അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യാം. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണം. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണം. 40 വർഷം അടിയനർപ്പിച്ച കൃപാന്റെ ബലത്തിൽ ഇന്ന് അങ്ങയുടെ മക്കളെ പ്രാർത്ഥന കൂടുന്ന എല്ലാ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, മനസ്സ് വേദനിക്കുന്ന എല്ലാ വിഷയങ്ങളും, അവരുടെ മനസ്സ് വേദനിപ്പിക്കുന്ന എല്ലാ വ്യക്തികളും ഇപ്പോഴും ഈശോയുടെ നാമം നിർവീര്യമാകട്ടെ. നീ കർത്താവ് നീ ഉപയോഗിക്കുന്ന എല്ലാ ഓർണമെൻറ്റ്സുകളും കർത്താവ് ആശീർവദിക്കട്ടെ. നീ എവിടെയെല്ലാം പോകുന്നു, ആരോടെല്ലാം സംസാരിക്കുന്നു, ഇതെല്ലാം സ്ഥലങ്ങളിലേക്ക് പോകുന്നു, ഏതെല്ലാം വാഹനങ്ങൾ ഉപയോഗിക്കുന്നു, ഇതെല്ലാം വാഹനങ്ങൾ പൊതുവായാലും സ്വന്തമായാലും എല്ലാം നീ അനുഗത്തോടെ സുരക്ഷിതമായി തിരിച്ചു വരുന്നവരെ നിൻ്റെ യാത്രയെ ഞാൻ ആശീർവദിക്കുന്നു. നീ ഉത്കണ്ഠപ്പെടുന്ന വ്യക്തികൾ, സങ്കടപ്പെടുന്ന സാഹചര്യങ്ങൾ, അവർ തരുമോ ഇല്ലയോ എന്നുള്ള വിഷമങ്ങൾ, ജയിക്കുമോ ഇല്ലയോ എന്നുള്ള ആശങ്കകൾ,
പിന്നെ വിവാഹ ഒരുക്കത്തിന് വേണ്ടി പോണവർ, വിവാഹ സമ്മതത്തിന് വേണ്ടി പോണവർ, ജീവിത പങ്കാളെ കാണാൻ വേണ്ടി പോകുന്നവർ, എൻ്റെ കാഴ്ചകൾ, സംസാരങ്ങൾ എല്ലാം ആസ്വദിക്കുന്നു. പണത്തിന് വേണ്ടി പോകുന്നവർ, പണം വാങ്ങിക്കാൻ വേണ്ടി പോകുന്നവർ, ജോലി വാങ്ങിക്കാൻ വേണ്ടി പോകുന്നവർ, വീട് വെക്കാൻ പോകുന്നവർ, വാഹനം വാങ്ങിക്കാൻ പോകുന്നവർ, എന്തെല്ലാം സംരംഭങ്ങൾക്ക് വേണ്ടി ദൈവപൈതലെ നീ പോകുന്നു. എൻ്റെ 40 വർഷത്തെ കൃപാന്റെ യോഗ്യതയാണ്. കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ യേശുനാമത്തിൽ നീ തിരിച്ച് സുരക്ഷിതനായി സുരക്ഷ വരുന്നവരെ കർത്താവ് നിന്നോട് കൂടെ. നമ്മൾ ദൈവത്തിൻ്റെ പരിപാലന, പരിരക്ഷ, ദൈവത്തിൻ്റെ വാഗ്ദാനം, ഉടമ്പടി, ദൈവത്തിൻ്റെ സാന്നിധ്യം, ഇങ്ങനെ ഈ ദിവസങ്ങളെല്ലാം ദൈവത്തിൻ്റെ വലിയ വലിയ ഓഫറിലൂടെ ദൈവം നമ്മളെ ജീവിപ്പിക്കുന്നതിനെക്കുറിച്ചാണ് ആത്മശക്തി ധരിക്കണത്. ഇപ്പം ഇന്നലെ നമ്മൾ കണ്ടില്ലേ, അതിനകത്ത് ഭയങ്കര ഒരു വചനമുണ്ട്. എന്താണെന്നറിയാം? എസെക്കിയേൽ 16:6 വായിച്ച്, ഞാൻ നിന്റെ അടുക്കലൂടെ കടന്നു പോയപ്പോൾ നീ ചോരയിൽ കിടന്ന് ഉരുളുന്നത് കണ്ടു നിന്നോട് ഞാൻ പറഞ്ഞു, ജീവിക്കുക, വയലിലെ ചെടി പോലെ വളരുക. എനിക്ക് എൻ്റെ ജീവിതത്തിൽ എന്നെ വല്ലാതെ അങ്ങ് സഹായിച്ചൊരു വചനമാണിത്. എന്താണ്? ജീവിക്കുക, വയലിലെ ചെടി പോലെ വളരുക എന്ന് വെച്ച് കഴിഞ്ഞാൽ കാലാകാലങ്ങളിൽ ഭക്ഷണം തരാനോ സ്നേഹിക്കാനോ പരിലാളിക്കാനോ കൊണ്ടു നടക്കാനോ ആരും ഉണ്ടാകത്തില്ല. പിന്നെന്താ? നമുക്ക് ജീവിക്കണം. ആരെയും പ്രതീക്ഷിക്കണില്ല നമ്മൾ, ഇന്ന ആൾ ഇന്ന സമയത്ത്. അപ്പം ഇങ്ങനെ ആരെങ്കിലും വന്ന് വെള്ളം തരും, ആരെങ്കിലും വന്ന് നമ്മളെ ഉയർത്തിക്കൊണ്ട് വരും, ആരെങ്കിലും വന്ന് നമ്മളെ നിലനിർത്തും. അങ്ങനെ നീ കരുതണ്ടെന്നാണ് ദൈവത്തിൻ്റെ നിലപാട്. അതാണ് ജീവിക്കുക, വയലിലെ ചെടി പോലെ വളരാൻ. എല്ലാ ചെടി എന്താണ്? വയലിലെ ചെടി അല്ലെ പിന്നെന്താ ഉള്ളത്? എല്ലാ പരിചരണം കിട്ടണ എവിടെ? നേഴ്സറി പ്ലാന്റിനാ. ദൈവം ഒരു നേഴ്സറി പ്ലാന്റിനെ ആഗ്രഹിക്കണില്ല. ജീവിക്കുകയാണെങ്കിൽ വയലിലെ ചെടി പോലെ ജീവിക്കണം എന്ന് പറഞ്ഞു. സ്വയം പ്രതിരോധം. മറ്റുള്ളവരും പ്രാണികളായാലും വയലിലെ ചെടിക്കുള്ള പുസ്തകം എന്താണ്? പശുവുണ്ട്, ആടുണ്ട്, പ്രാണിയുണ്ട്, പുഴുവുണ്ട്. ഇങ്ങനെ എല്ലാത്തിനെയും വയലിലെ ചെടി പോലെ വളരുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? നീ മനുഷ്യന്മാരിൽ ആശ്രയിക്കാതെ ദൈവത്തിൽ ആശ്രയിച്ചാൽ ഈ വയലിലെ ചെടി, പശുവായാലും ആടായാലും നിന്നെ ആക്രമിക്കാനും തിന്നു തീർക്കാനും വരുന്ന പുഴുക്കളായാലും ദൈവം കൈകാര്യം ചെയ്യുന്നതാണ്. അപ്പോൾ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് എല്ലാത്തിനെയും അതിജീവിക്കാനാണ് നമുക്ക് എസെക്കിയേൽ നമുക്ക് നൽകുന്ന ഏറ്റവും. എൻ്റെ ഹസ്ബൻഡ് എബി, എൻ്റെ മക്കൾ ഈദൻ ആൻഡ് ഡാനിയൽ. ഡാനിയലിന് കിട്ടിയ രോഗസൗഖ്യമാണ് ഞങ്ങൾ ഇന്ന് സാക്ഷ്യമായി ഇവിടെ പറയുന്നത്. എൻ്റെ ബ്ലഡ് ഇൻകോമ്പാറ്റബിലിറ്റി കാരണം ഇവനൊരു ഹെൽത്ത് ഇഷ്യൂ ഉണ്ടായി. ഞാൻ നെഗറ്റീവ് ബ്ലഡ് ഗ്രൂപ്പാണ്, ഇവൻ പോസിറ്റീവ് ബ്ലഡ് ഗ്രൂപ്പും. മൂത്ത ആളും പോസിറ്റീവ് ബ്ലഡ് ഗ്രൂപ്പാണ്. അത് കാരണം നെഗറ്റീവ് ബ്ലഡ് ഗ്രൂപ്പുള്ള ഒരാൾ പോസിറ്റീവ് ബ്ലഡ് ഗ്രൂപ്പുള്ള ഒരു കുഞ്ഞിനെ പ്രഗ്നൻ്റ് ആകുമ്പം നമ്മുടെ ബോഡിയിൽ കുറച്ച് ആൻറ്റിബോഡീസ് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ അതിനെതിരായിട്ടൊരു ആൻറ്റി-ഡി ഇഞ്ചക്ഷൻ എന്ന് പറഞ്ഞ ഒരു ഇഞ്ചക്ഷൻ നമുക്ക് നോർമലി എല്ലാ നെഗറ്റീവ് ബ്ലഡ് ഗ്രൂപ്പുകാർക്കും ലഭിക്കുന്നതാണ്. എനിക്കും അതുപോലെ തന്നെ ഞാൻ നേഴ്സ് ആയത് കാരണം 2 പ്രാവശ്യം എനിക്കത് കിട്ടിയെന്ന് ഞാൻ ഉറപ്പ് വരുത്തിയതാണ്. 28th വീക്കിലും ഡെലിവറി കഴിഞ്ഞും എനിക്ക് ആൻറ്റി-ഡി ഇഞ്ചക്ഷൻ ലഭിച്ചതാണ്. അതിനുശേഷം ഞങ്ങൾ ഓസ്ട്രേലിയയിൽ നിന്നാണ് ഞങ്ങൾ വരുന്നത്. അന്നേരം ഓസ്ട്രേലിയയിൽ ഞങ്ങൾ രണ്ടാമതൊരു കുഞ്ഞിന് വേണ്ടി ഞങ്ങൾ ട്രൈ ചെയ്തപ്പോൾ അതിന് കുറച്ച് ഡിഫിക്കൽറ്റി ഉണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടേഴ്സ് എൻ്റെ ബ്ലഡ് ടെസ്റ്റുകളെല്ലാം ചെയ്തു. അപ്പോൾ അവർക്ക് മനസ്സിലായി ആൻറ്റി-ഡി ലെവൽ എൻ്റെ ബ്ലഡിൽ കൂടുതലാണ്. സാധാരണ ഒരാൾക്കുണ്ടാവുന്നതിനേക്കാൾ കൂടിയ ലെവലാണ് എൻ്റെ ബോഡിയിൽ. അതായത് എൻ്റെ ബോഡി ഇനി ഒരു പോസിറ്റീവ് ബ്ലഡുള്ളൊരു കുഞ്ഞിനെ പ്രഗ്നൻ്റ് ആകുമ്പം അവനെതിരായിട്ട് ഉള്ള ഒരു ആൻറ്റിബോഡീസ് എൻ്റെ ബോഡിയിലുണ്ട്. അപ്പോൾ അവന് ഹെൽത്ത് ഒരു ഇഷ്യൂ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഡോക്ടേഴ്സ് ഇതെല്ലാം ഞങ്ങളടുത്ത് പറഞ്ഞു. പക്ഷേ എങ്കിലും ഞങ്ങൾക്ക് രണ്ടാമതൊരു കുഞ്ഞ് വേണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പം ഞങ്ങൾ ഈശോയോട് പ്രാർത്ഥിച്ച് ഞങ്ങൾക്കൊരു കുഞ്ഞിന് വേണ്ടി ഞങ്ങൾ ട്രൈ ചെയ്തു. അപ്പം ആ സമയത്ത് ഞങ്ങൾക്ക് കുഞ്ഞുണ്ടാകാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ബൈബിൾ വായിക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ എല്ലാ ദിവസവും അരമണിക്കൂർ ബൈബിൾ വായിക്കുമായിരുന്നു. അങ്ങനെ വായിച്ച് ഞങ്ങൾ 2 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ പ്രഗ്നൻ്റായി. അങ്ങനെ ഞങ്ങൾ ബൈബിൾ വായന തുടർന്നു. അതിനുശേഷം
പ്രഗ്നൻസി ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു. അവർ പറഞ്ഞുകൊണ്ടേയിരുന്നു കോംപ്ലിക്കേഷൻസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്, കാരണം ഇങ്ങനെ വന്നത് കാരണം. അവർ പറഞ്ഞതനുസരിച്ച് ഞാൻ ഇന്ത്യയിൽ നിന്നായിരുന്നു ഇവൻ്റെ ഡെലിവറി കഴിഞ്ഞത്. അപ്പം ആ ഡെലിവറിയിൽ ഞാൻ എടുത്ത ഇഞ്ചെക്ഷൻസ് ഒന്നും എഫക്റ്റീവ് ആയില്ല എന്നാണ് അവിടുത്തെ ഡോക്ടേഴ്സ് പറഞ്ഞത്. ഓസ്ട്രേലിയയിലാണെങ്കിൽ അവർ ഓരോ ആൾ പ്രഗ്നൻ്റ് ആകുമ്പോൾ അവരുടെ ലെവൽ എത്രയാണെന്ന് ആദ്യമേ നോക്കി അതനുസരിച്ചുള്ള ഇഞ്ചക്ഷനാണ്. ഓരോരുത്തർക്കും ഡോസ് ഡിഫറെൻ്റ് ആയിരിക്കും. പക്ഷേ ഇവിടെ എനിക്ക് അങ്ങനെ ഒരു ഡിഫറെൻറ്റ് ഡോസോ എൻ്റെ ബ്ലഡ് ലെവൽ ഇതിനു മുമ്പ് ചെക്ക് ചെയ്യുകയോ ഒന്നും ചെയ്തിരുന്നില്ല. അപ്പോൾ എനിക്ക് കിട്ടിയ ഇഞ്ചക്ഷൻ എഫക്റ്റീവ് ആയില്ല എന്നാണ് അവിടുത്തെ ഡോക്ടേഴ്സ് പറഞ്ഞത്. അങ്ങനെ ആൻറ്റി-ഡി ലെവൽ ആദ്യത്തെ ട്രൈമസ്റ്ററിൽ സ്റ്റേബിളായിട്ട് നിന്നു, വലിയ കുഴപ്പങ്ങളില്ല എന്ന് ഡോക്ടേഴ്സ് പറഞ്ഞു. അപ്പോൾ എല്ലാ ആഴ്ചയും 2 ആഴ്ച കൂടുമ്പോഴും സ്കാനിങ്, കുഞ്ഞിൻ്റെ ബ്ലഡ് ഫ്ലോ, ഹെഡിലേക്കുള്ള ബ്ലഡ് ഫ്ലോ ചെക്ക് ചെയ്തുകൊണ്ടേ ഇരുന്നവർ. അങ്ങനെ എൻഡ് ഓഫ് ദി ട്രൈമസ്റ്റർ 3rd ട്രൈമസ്റ്റർ ആയപ്പോഴേക്കും എൻ്റെ ആൻറ്റി-ഡിയുടെ ലെവൽ ഭയങ്കരമായിട്ട് കൂടി. അങ്ങനെ കൂടി വന്നപ്പം ഡോക്ടേഴ്സ് പറഞ്ഞു അത് ഇവനെ അഫക്റ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അതിനകത്ത് ഉണ്ടാകുന്നത് എന്താ വെച്ചാൽ ബിൽറുബിൻ ലെവൽ ഭയങ്കരമായിട്ട് കൂടും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ബിൽറുബിൻ ലെവൽ കൂടിക്കഴിഞ്ഞത് ബ്ലഡ് ബ്രെയിൻ ബാരിയർ എന്ന് പറഞ്ഞ് ഒരിതുണ്ട്. അവിടെ ക്രോസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്രെയിനിനെ അഫക്റ്റ് ചെയ്യും. അപ്പോൾ കുഞ്ഞിന് ഡൗൺ സിൻഡ്രോം അങ്ങനത്തെ പല ഇഷ്യൂസ് വരാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ അതായിരുന്നു ഡോക്ടേഴ്സ് പറഞ്ഞിരുന്നത്. അങ്ങനെ ഞാൻ ആ സമയത്ത് പ്രഗ്നൻസി സമയത്ത് ഉടമ്പടി എടുത്തില്ലായിരുന്നെങ്കിലും ഞാൻ അച്ഛൻ്റെ ടോക്ക് കാണുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ എങ്കിൽ പോലും ഇത് ഭയങ്കരമായൊരു സിറ്റുവേഷനാണ്. ഞാൻ ആലോചിക്കുമ്പോൾ ഇങ്ങനൊരു സിറ്റുവേഷൻ, എൻ്റെ വീട്ടിൽ നെഗറ്റീവ് ബ്ലഡ് ഗ്രൂപ്പ്, എൻ്റെ ചേച്ചിയൊക്കെ നെഗറ്റീവ് ബ്ലഡ് ഗ്രൂപ്പാണ്. എന്നിട്ടും എനിക്കിങ്ങനൊരു സിറ്റുവേഷൻ വന്നല്ലോ എന്ന് ആലോചിച്ച് ഞാൻ ഒത്തിരിയധികം സങ്കടപ്പെടുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. അങ്ങനെ ഇവനുണ്ടായി. ഇവനെ 35ാമത്തെ ആഴ്ചയിൽ ഡോക്ടേഴ്സ് പറഞ്ഞു പുറത്തെടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ 35ാമത്തെ ആഴ്ചയിൽ സിസേറിയൻ ചെയ്ത് ഇവനെ പുറത്തെടുത്തു. അവൻ NICUലോട്ടാണ് ഡയറക്റ്റ് പോയത്. NICU ചെന്ന് കഴിഞ്ഞ് ഡോക്ടേഴ്സ് കാണുമ്പോൾ അവന് പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് അവർ പറഞ്ഞു കുഴപ്പങ്ങളൊന്നുമില്ല എന്ന് പറഞ്ഞു. പക്ഷേ അവൻ്റെ ബ്ലഡ് ലെവൽ ചെക്ക് ചെയ്തപ്പോൾ ബിൽറുബിൻ വളരെയധികം കൂടുതലായിരുന്നു. അങ്ങനെ അവർ പറഞ്ഞു എക്സ്ചേഞ്ച് ട്രാൻസ്ഫ്യൂഷൻ എന്ന് പറഞ്ഞ് ഒരു ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ചെയ്യണം. അപ്പോൾ ഇവൻ്റെ ഓൾമോസ്റ്റ് ഹോൾ ബ്ലഡ് എടുത്ത് പുതിയ ബ്ലഡ് ട്രാൻസ്ഫ്യൂസ് ചെയ്യണം അങ്ങനെ പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു അത് വലിയ കോംപ്ലിക്കേഷനുള്ള പ്രൊസീജിയറൊന്നും അല്ല എന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ ഹസ്ബൻഡ് അതിന് പെർമിഷൻ കൊടുത്തു. ഞാനാണെങ്കിൽ സിസേറിയൻ കഴിഞ്ഞ് വാർഡിലായിരുന്നു. അങ്ങനെ കഴിഞ്ഞ് അത് ചെയ്ത് കഴിഞ്ഞ് ഓൾമോസ്റ്റ് എൻഡ് ആവാനായപ്പോഴത്തേക്കും ഇവൻ അതിനോട് റിയാക്ട് ചെയ്യാൻ തുടങ്ങി. അവൻ്റെ ബ്ലഡ് വാല്യൂസൊക്കെ ഭയങ്കരമായിട്ട് കൂടാൻ തുടങ്ങി. അങ്ങനെ വന്നു കഴിഞ്ഞ് ഡോക്ടേഴ്സിനും അവിടുത്തെ നേഴ്സുമാർക്കും ഇതിൻ്റെ കാരണം എന്താണെന്ന് പോലും മനസ്സിലാവുന്നില്ല. ആ ഒരു അവസ്ഥയിലെത്തി. കാരണം അതിന് മുമ്പ് ഒരാഴ്ച മുമ്പ് പോലും ഒരു കുഞ്ഞിന് ഇതുപോലെ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ നടത്തിയിട്ട് ഒരു പ്രശ്നമില്ലായിരുന്നെന്നാണ് ഡോക്ടേഴ്സ് പറയുന്നത്. പക്ഷേ ഇവൻ എന്തുകൊണ്ട് പകുതി മുക്കാൽ വരെ നോർമലി പോയിട്ടും എൻഡ് ഓഫ് ദാറ്റിലേക്ക് അവൻ അങ്ങനെ റിയാക്ട് ചെയ്യാൻ കാരണം എന്താണെന്ന് അവർക്ക് അറിയില്ല എന്നാണ് അവർ പറഞ്ഞിരുന്നത്. അപ്പം ഞാൻ ഈശോയോട് പ്രാർത്ഥിച്ചു, എൻ്റെ ഈശോയെ എൻ്റെ കുഞ്ഞിനെ ഒരു ആപത്തും കൂടാതെ എനിക്ക് തിരിച്ചു കിട്ടണം. അവരുടെ പറച്ചിലനുസരിച്ച് കുഞ്ഞിന് മൾട്ടി ഓർഗൻ ഫെയിലറാണ്. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ആൻറ്റിനേറ്റൽ ചെക്കപ്പിൽ ഒന്നും ഇവൻ ഒരു പ്രശ്നവുമില്ല. അവൻ്റെ ബ്ലഡ് വാല്യൂസ് നോർമലാണ്, കിഡ്നി ലിവർ എല്ലാം നോർമലായിരുന്നു. അപ്പോൾ ഈ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷന് ശേഷം ഇവൻ്റെ കിഡ്നി അഫക്റ്റഡ് ആയി, ഇവൻ്റെ ലിവർ അഫക്റ്റഡ് ആയി, ഇവൻ്റെ ക്ലോട്ടിൻ ഫാക്ടേഴ്സ് അഫക്റ്റഡ് ആയി, എല്ലാം അഫക്റ്റഡ് ആയി. ഇവൻ ഒരു കംപ്ലീറ്റ്ലി മൾട്ടി ഓർഗൻ ഫെയിലറായ ഒരു കുഞ്ഞായി മാറി. അപ്പോൾ ഞാൻ ഈശോയോട് പ്രാർത്ഥിച്ച്, ഞങ്ങൾ 5-ാം തീയതിയാണ് ഇവൻ ഉണ്ടായത്. 6-ാം തീയതി ഞങ്ങൾ രണ്ടുപേരും ഉടമ്പടി എടുത്തു, ഓൺലൈൻ ഉടമ്പടി എടുത്തു. ഞങ്ങൾ പ്രാർത്ഥിച്ചു. ഞങ്ങൾക്ക് ആ ഒരു വേദന എന്ന് പറഞ്ഞാൽ മെൻ്റൽ പെയിനും എൻ്റെ സിസേറിയൻ കഴിഞ്ഞ ഫിസിക്കൽ പെയിനും ഒട്ടും എനിക്ക് താങ്ങുന്നതിൽ അപ്പുറമായിരുന്നു. എനിക്കത് അത്രയും വിശദീകരിക്കാൻ പോലും കഴിയില്ല. അതുപോലെയായിരുന്നു ഞങ്ങളുടെ അവസ്ഥ. ഞങ്ങൾക്ക് ആശ്വാസത്തിനായി ആരുമില്ലായിരുന്നു. എനിക്ക് കരഞ്ഞ് നിലവിളിച്ച് എല്ലാ ദിവസവും ആരോടൊന്ന് പറയും എൻ്റെ വിഷമെന്ന് പറഞ്ഞ് ഞാനിങ്ങനെ എൻ്റെ കൂട്ടുകാരും സഹോദരങ്ങളുടെ ഇടയ്ക്ക് ആരാണ് എനിക്ക് ആശ്വാസം തരിക എന്നിങ്ങനെ തിരഞ്ഞു നോക്കി. പക്ഷെ എനിക്ക് മനസ്സിലായൊരു കാര്യം, ദൈവമല്ലാതെ ഈശോ അല്ലാതെ നമുക്ക് ഒരാളില്ല ആശ്വാസത്തിന്. നമുക്ക് ആശ്വാസം തരാനായിട്ട് ഈശോയോട് പറഞ്ഞെങ്കിലേ നമുക്ക് ആശ്വാസം കിട്ടുള്ളൂ. അച്ഛൻ പറയുന്ന പോലെ നോട്ട് ബൈ മൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന് പറയുന്ന പോലെ ഞങ്ങൾക്ക് ഈശോ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾ മാതാവിനോടും ഈശോയോടും കരഞ്ഞു പ്രാർത്ഥിച്ചു. ഞങ്ങളുടെ കുഞ്ഞിന് ഒരാപത്തും കൂടാതെ ഞങ്ങൾക്ക് കിട്ടണം. അവൻ്റെ ക്രിയാറ്റിൻ ലെവൽ അവരുടെ വാല്യൂ അനുസരിച്ച് 400 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോർമലി അവരുടെ വാല്യൂ മാക്സിമം 30. അതിൽ കവിഞ്ഞത് 400-ലായിരുന്നു. 2.8 കിലോ ആയിരുന്നു അവൻ ഉണ്ടായപ്പം. അവൻ്റെ ബോഡി അത് കാരണം കിഡ്നി ഫെയിലർ ആയാലും മൂത്രം ഒഴിക്കാതെ അവൻ്റെ ബ്ലഡ് ഫ്ലൂയിഡ് ഓവർലോഡായി അവൻ 5 കിലോ വരെ അത്രയ്ക്ക്
ശരിക്കും വീർത്തവൻ. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ അപ്പോൾ ഡോക്ടേഴ്സ് വെയിറ്റ് ചെയ്യുമായിരുന്നു, അവൻ്റെ ബോഡി തന്നെ നോർമൽ ആവട്ടെ, കിഡ്നി ഫങ്ഷൻ ആവുമോ നമുക്ക് നോക്കാം എന്ന് പറഞ്ഞ് ഡോക്ടേഴ്സ് വെയിറ്റ് ചെയ്തു. പക്ഷേ ഞങ്ങളുടെ അവിടെ ഒരു അച്ഛനുണ്ട്, അച്ഛനോട് ഞങ്ങൾ പറഞ്ഞു നമുക്ക് ഇവന് മാമോദീസ കൊടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അച്ഛൻ വീട്ടു മാമോദീസ എന്ന് പറഞ്ഞ് ആശുപത്രി വന്ന് അച്ഛൻ മാമോദീസ കൊടുത്തു. ആ മാമോദീസയ്ക്ക് ശേഷം അവൻ പതുക്കെ മൂത്രം ഒഴിക്കാൻ തുടങ്ങി. പക്ഷേ അന്ന് വൈകുന്നേരം മുതൽ അവൻ മൂത്രം ഒഴിക്കാൻ തുടങ്ങി. പക്ഷേ അത് അവർ പറയുന്ന ആ ലെവലിൽ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ളൊരു എമൗണ്ട് ആയില്ലായിരുന്നു. അപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞു നമുക്ക് നോക്കാം, വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞ് 2 ദിവസം വെയിറ്റ് ചെയ്തു. എന്നിട്ട് അവർ ഇൻറ്റുബേറ്റ് ചെയ്തു കുഞ്ഞിനെ. വയറുകളില്ലാത്ത സ്ഥലമില്ലായിരുന്നു, അവൻ്റെ ബോഡി മൊത്തം വയറുകളായിരുന്നു. അങ്ങനെ ഇരുന്നു. അവനെ അവർ ആദ്യം 5 ലൈറ്റുകൾ, ബിൽറുബിൻ കൂടുതലായ കാരണം 5 ബ്ലൂ ലൈറ്റ്സിൻ്റെ അണ്ടറിലായിരുന്നു അവനെ വെച്ചിരുന്നത്. അത്രയും. അപ്പം ഞങ്ങൾ ഉടമ്പടി എടുത്ത അന്ന് മുതൽ എനിക്ക് മാതാവിൻ്റെ ഒരു പ്രസൻസ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. എൻ്റെ കുഞ്ഞിൻ്റെ അടുത്ത് മാതാവ് ഉണ്ട് എന്നൊരു ഫീൽ എനിക്കുണ്ടായിരുന്നു. ഒരു ദിവസം എനിക്കിങ്ങനെ തോന്നി, ഞങ്ങൾ ആശുപത്രിയിൽ പോകുന്നതിന് മുമ്പ് എനിക്ക് തോന്നി മാതാവ് ഇങ്ങനെ ഇരുട്ടത്തിരിക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു. അന്നേരം ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞാൻ പേടിച്ചു. ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് എൻ്റെ ഈശോയെ മാതാവ് ഇരുട്ടത്തിരിക്കുന്ന എന്തിനാണെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ എനിക്ക് തന്നെ തോന്നി ചിലപ്പോൾ ആ ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് കാണുമെന്ന് എനിക്ക് തോന്നി. 5 ലൈറ്റ് ഉണ്ടായിരുന്ന ലൈറ്റുകളെല്ലാം ഞങ്ങൾ ചെന്ന് അന്ന് ഞങ്ങൾ പോയി നോക്കുമ്പോൾ ഒരു ലൈറ്റ് പോലും ഉണ്ടായിരുന്നില്ല. എല്ലാ ലൈറ്റും ഓഫ് ചെയ്തു. ബിൽറുബിൻ്റെ ലെവൽ നോർമലായിരുന്നു. പിന്നെ അവർക്കത് അതൊന്നും ഓണാക്കേണ്ട അവസ്ഥ വന്നില്ല. പക്ഷേ എങ്കിലും ഈ മൾട്ടി ഓർഗൻ ഫെയിലിയർ എന്നുള്ള സിറ്റുവേഷൻ അവിടെ തന്നെ നിന്നു. അങ്ങനെ നിന്നു. ഫൈനലി അവർ ഡയാലിസിസ് ചെയ്യണമെന്ന് പറഞ്ഞു. ആ ഹോസ്പിറ്റലിൽ, മെൽബണിലെ വലിയൊരു ആശുപത്രിയാണ്, ചിൽഡ്രൻസ് ഹോസ്പിറ്റലാണ്. ആ ഹോസ്പിറ്റലിൽ അവർ ഈ ചെറിയ കുഞ്ഞുങ്ങൾക്ക് ഡയാലിസിസ് ചെയ്ത് പരിചയം അവർക്കില്ല. പക്ഷേ എങ്കിലും ഒത്തിരി കോംപ്ലിക്കേഷൻസ് അവർ പറഞ്ഞു. പെരിറ്റോണൽ ഡയാലിസിസ് ആണ് ചെയ്യുന്നത്, വയറിലാണ് അവർ ചെയ്യുന്നത്. അന്നേരം അവർ ഒത്തിരി കോംപ്ലിക്കേഷൻസ് അവർ പറഞ്ഞു. ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. പക്ഷേ ഇവർ പറഞ്ഞു ഒരു കോംപ്ലിക്കേഷൻസും ഇല്ലാതെ ഒറ്റ ബ്രേക്കിൽ തന്നെ അവർക്ക് ഡയാലിസിസ് ട്യൂബ് ഇടുന്നതിനും എനിക്ക് തോന്നുന്നു ഒരു 3-4 ആഴ്ചയോളം അത് ട്യൂബ് അവൻ്റെ വയറ്റിലുണ്ടായിരുന്നു. എങ്കിൽ പോലും ഒരു കോംപ്ലിക്കേഷനോ ഒരു ഇൻഫെക്ഷനോ ഒന്നുമില്ലാതെ എൻ്റെ മാതാവും ഈശോയും അവനെ കാത്തു. അവനൊരു കുഴപ്പമില്ലാതെ അവൻ ആ ഡയാലിസിസ് കംപ്ലീറ്റ് ചെയ്തു. അവൻ്റെ ലെവൽസൊക്കെ കുറഞ്ഞു വന്നു. ഫ്ലൂയിഡ് ഓവർലോഡ് അതിൻ്റെ ഫ്ലൂയിഡുകളൊക്കെ പോയി തുടങ്ങി. അവൻ മൂത്രം ഒഴിക്കാൻ തുടങ്ങി. അങ്ങനെ ഞങ്ങളുടെ ഉടമ്പടി ഞങ്ങൾ ശക്തമായി പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ ഇരുന്നു. അങ്ങനെ അവൻ്റെ ലെവൽസൊക്കെ നോർമലായി. അന്നേരമൊക്കെ എനിക്ക് ഈശോയോട് ഓരോ ലെവലിലെത്തുമ്പോൾ ക്രിയാറ്റിൻ ഇങ്ങനെ കുറഞ്ഞ് 150 അങ്ങനെയൊക്കെ എത്തിയപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞു ഇതവിടെ ചിലപ്പോൾ സ്റ്റേബിൾ ആകുമായിരിക്കും, അത് ഇനി കുറയാൻ ചാൻസ് ഇല്ല, അതവിടെ സ്റ്റേബിൾ ആകും, കാരണം കുറച്ച് എന്തായാലും അവനെ അഫക്റ്റ് ചെയ്തിട്ടുണ്ട് എന്ന് ഡോക്ടേഴ്സ് പറഞ്ഞു. അപ്പോഴൊക്കെ ഞാൻ പ്രാർത്ഥിച്ചു ഈശോയോട്. ഞാൻ ഈശോയോട് പറഞ്ഞൊരു കാര്യമുണ്ട്, അന്ധനും കുരുടനും എല്ലാം ഈശോ കാഴ്ചശക്തിയും കേൾവിശക്തിയും എല്ലാം കൊടുത്തു. ആർക്കും ഈശോ ഒരു ചെവി കേൾക്കട്ടെ അല്ലെങ്കിൽ ഒരു കണ്ണ് കാണട്ടെ എന്നല്ല ഈശോ പറഞ്ഞത്, അവർക്ക് രണ്ടും പൂർണ്ണമായ സൗഖ്യമാണ് കൊടുത്തത്. അതുപോലെ തന്നെ എൻ്റെ കുഞ്ഞിനെ പൂർണ്ണ സൗഖ്യത്തോടെ ഞങ്ങൾക്ക് വേണം എന്ന് തന്നെ ഞാൻ ഈശോയോട് പറഞ്ഞ് മാതാവിനോട് പറഞ്ഞ് ഞങ്ങൾ പ്രാർത്ഥിച്ചു. അതുവഴി എൻ്റെ കുഞ്ഞിപ്പോൾ എല്ലാ മൾട്ടി ഓർഗൻ ഫെയിലിയർ എന്നുള്ള സിറ്റുവേഷൻ മാറി അവൻ്റെ എല്ലാ ഓർഗൻസും നോർമലാണിപ്പോൾ, അവൻ്റെ കിഡ്നി ഫങ്ഷനും നോർമലാണിപ്പോൾ. അവൻ്റെ ആ ഒരു അവസ്ഥയിൽ നിന്ന് അവൻ മാറി. ഈശോയും മാതാവും ഞങ്ങളെ അനുഗ്രഹിച്ച് എൻ്റെ കുഞ്ഞിനെ നോർമലാക്കി. ഒരു നോർമൽ കുഞ്ഞിനെ പോലെ അവൻ കളിച്ച് ചിരിച്ച് എല്ലാ ഇടപഴകി നടക്കുന്നു. ഇപ്പോൾ ഒരു കുഴപ്പമില്ല അവന്. അതുപോലെ തന്നെ ഞങ്ങളുടെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞങ്ങൾ പത്രം എല്ലാവർക്കും വിതരണം ചെയ്യാനായിട്ട് ഓസ്ട്രേലിയയിൽ ഞങ്ങൾ ഇംഗ്ലീഷ് പത്രം ഞങ്ങളുടെ അനിയനെ കൊണ്ട് ഞങ്ങൾ ഇവിടുന്ന് വാങ്ങിപ്പിച്ച് അയച്ച് അങ്ങനെയാണ് ഞങ്ങൾ ചെയ്തിരുന്നത്. അന്നേരം ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ഇതുവരെ ഞങ്ങൾ ചെയ്യാത്തൊരു കാര്യമാണ്. അപ്പോൾ പത്രം വാങ്ങിച്ച് എല്ലാ ഇംഗ്ലീഷുകാർക്ക് കൊടുക്കുക എന്ന് പറയുന്നത് ഞങ്ങൾക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്തു. കാരണം അവരോട് ഇത് എങ്ങനെ പറയും, കൃപാസനത്തെപ്പറ്റി എന്താണ് അവരോട് പറയുക, കാരണം അവരിൽ ഈശ്വര വിശ്വാസം ഇല്ലാത്തവരും എല്ലാം ഉണ്ട്. അപ്പോൾ ഇവരോട് ഇത് എന്ത് പറയും എന്നൊന്നും ഞങ്ങൾക്കൊരു ഐഡിയ ഇല്ലായിരുന്നു. പക്ഷേ എങ്കിലും ഞങ്ങൾ കരുതി ആശുപത്രിയിൽ തന്നെ ഇത് കൊടുക്കണമെന്ന് കരുതി ഞങ്ങൾ ഈശോയോട് പ്രാർത്ഥിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി പല ആളുകളെ കണ്ടുപിടിച്ച് ഞങ്ങൾ അവർക്ക് കൊടുത്തു. അവരിൽ പലരും ഇതുപോലെ തന്നെ വിഷമം അനുഭവിക്കുന്നവരുണ്ടായിരുന്നു. അവർ ഞങ്ങളുടെ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ചു, ഞങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അങ്ങനെ നല്ലൊരു അനുഭവം ഞങ്ങൾക്കുണ്ടായി. അതുപോലെ പിന്നെ ഞാൻ കരുതി ചില ആളുകൾക്കൊക്കെ വേണ്ടാന്ന് പറയും, അവർ നിരസിക്കുമായിരുന്നു. അപ്പോൾ ഞാൻ കരുതി ഇവരൊക്കെ വെറുതെ കൊണ്ട് കളഞ്ഞാലോ എന്ന് കരുതി പള്ളിയിൽ കൊടുക്കാൻ തുടങ്ങി. എനിക്ക് തോന്നി പള്ളിയിൽ കൊടുക്കുന്നതായിരിക്കും ബെറ്റർ എന്ന്. അവിടെ എല്ലാവർക്കും നല്ലൊരു സ്വീകരണമായിരുന്നു. അവരെല്ലാവരും പത്രം വാങ്ങിക്കുകയും ഇതിനെപ്പറ്റി കേൾക്കുകയും ഇതെവിടെയാണെന്ന് അന്വേഷിക്കുകയും എല്ലാം ചെയ്തു. അതുപോലെ തന്നെ എനിക്ക് 2 അനുഭവങ്ങളുണ്ട്. ഞങ്ങൾ ആശുപത്രിയിൽ ഇരിക്കുമ്പം
ഞങ്ങൾക്ക് ഓരോ ഡോക്ടേഴ്സും വന്ന് ഞങ്ങളുടെ അടുത്ത് ഇങ്ങനെ കുഞ്ഞിൻ്റെ അവസ്ഥയെപ്പറ്റി പറയും. ഇവൻ അങ്ങനെയാണ്, ഇവൻ്റെ അവസ്ഥ ഇതാണ്, ഇത് ഇത്രയൊക്കെ ആവുള്ളൂ, ഇപ്പം കിഡ്നിയിൽ അങ്ങനെ ഒരു സിസ്റ്റ് പോലെ ഉണ്ട്, അത് അങ്ങനെയൊക്കെ പറയും, സ്കാനിൽ അങ്ങനെ ആയിരുന്നു എന്നൊക്കെ പറഞ്ഞു. പിന്നത്തെ ഒരു സ്കാൻ ചെയ്തപ്പം ഈ സിസ്റ്റ് എന്ന് പറയുന്ന സാധനം കാണുന്ന പോലും ഇല്ല എന്നവർ പറഞ്ഞു. അങ്ങനത്തെ ഒരു പ്രശ്നം പോലും ഇല്ല ഇപ്പം എന്നവർ പറഞ്ഞു. പക്ഷേ എങ്കിൽ പോലും ഈ കിഡ്നി എന്തുമാത്രം ബെറ്റർ ആവുമെന്ന് പറയാൻ പറ്റത്തില്ല, ഇതങ്ങനെ നിൽക്കും, സ്റ്റേബിളായി നിൽക്കും എന്നെല്ലാം പറഞ്ഞു. പക്ഷേ ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഒരു ദിവസം ഒരു ഡോക്ടർ വന്നിട്ട് ഒരു സുന്ദരിയായൊരു ഡോക്ടർ, ആ ഡോക്ടർ വന്ന് ഞങ്ങളടുത്ത് പറഞ്ഞു, ഒരു ലേഡി ഡോക്ടറായിരുന്നു, ആ ഡോക്ടർ വന്ന് ഞങ്ങളടുത്ത് പറഞ്ഞു, ഞങ്ങൾക്ക് ഭയങ്കരമായിട്ടൊരു പ്രതീക്ഷ നൽകി ആ ഡോക്ടർ. ഒരു ഡോക്ടേഴ്സും അവിടെ ഒരു പ്രതീക്ഷ നൽകത്തില്ല, കാരണം അവരെല്ലാം ഇങ്ങനെ പറയത്തേ ഉള്ളൂ, ഇതൊക്കെ സംഭവിക്കാം, ചിലപ്പോൾ സംഭവിക്കാതിരിക്കാം, അല്ലെങ്കിൽ ഇതൊക്കെ സംഭവിക്കും എന്നേ അവിടെയുള്ളവർ പറയുള്ളൂ, എന്നാലും നമുക്ക് ബെറ്റർ ആകും എന്നവർ പറയില്ല. അപ്പോൾ ഈ ഡോക്ടർ വന്ന് ഞങ്ങളടുത്ത് പറഞ്ഞു, ഇത് ബെറ്റർ ആവും, നിങ്ങൾ വിഷമിക്കൊന്നും വേണ്ട, ഒരു 90 to 90% വരെ അവൻ ബെറ്റർ ആവും, 5% നമുക്ക് വി വിൽ വെയിറ്റ് ആൻഡ് സീ എന്ന് പറഞ്ഞു. ആ ഡോക്ടറെ ഞങ്ങൾക്കൊന്നും തോന്നിയില്ല. ആ ഡോക്ടർ വന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ഒരു ആശ്വാസമായിരുന്നത്. അപ്പോൾ പിറ്റേ ദിവസം ഞങ്ങളുടെ സാധാരണ കാണുന്ന ഡോക്ടർ വന്നു. അപ്പോൾ ആ ഡോക്ടറോട് ഞങ്ങൾ ഭയങ്കര പ്രതീക്ഷയോടുകൂടി ഞങ്ങൾ ആ ഡോക്ടറോട് പറഞ്ഞു, ഡോക്ടറെ ഒരു 95% വരെയൊക്കെ ബെറ്റർ ആവുമെന്ന് പറഞ്ഞല്ലോ എന്ന് പറഞ്ഞു. അന്നേരം ഈ ഡോക്ടർ പറയുകയാണ് ഞങ്ങളടുത്ത്, അങ്ങനെ ആർക്കും പറയാൻ കഴിയില്ല, ഒരിക്കലും 95% ഒരു പെർസെൻറ്റേജ് കണക്ക് ഞങ്ങൾക്ക് പറയാനേ കഴിയില്ല. അന്നേരം ഞങ്ങൾ പറഞ്ഞു, അങ്ങനെ ഞങ്ങളടുത്ത് ഓൾറെഡി വന്ന് പറഞ്ഞെന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് തോന്നുന്നു അത് മാതാവായിരുന്നു ഞങ്ങളുടെ മുമ്പിൽ വന്നിരുന്നത്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഞങ്ങൾ എല്ലാ മാസവും ഇവന് അപ്പോയിൻമെൻ്റ് ഉണ്ട്. ആ അപ്പോയിൻമെൻറ്റിന് പോകുമ്പോൾ ഞങ്ങളുടെ അടുത്ത് വന്ന എല്ലാ ഡോക്ടേഴ്സും ഞങ്ങൾ കാണാറുണ്ട്. പക്ഷേ ഈ ഒരു ഡോക്ടറെ ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല, ഈ ലേഡി ഡോക്ടറിനെ ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടുമില്ല. ഞങ്ങൾ മറ്റേ ഡോക്ടറോട് പറഞ്ഞപ്പോൾ ആ ഡോക്ടറിന് അറിയില്ല എന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു ഡോക്ടർ വന്നതായിട്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരു ഡോക്ടർ പറഞ്ഞതായിട്ട് അവർക്കറിയില്ല എന്നുള്ളതാണ് അവർ പറഞ്ഞത്. അതുപോലെ തന്നെ ഒരു ദിവസം ഞങ്ങൾക്ക് അവിടെ ഒരു ചാപ്പലുണ്ട്, ആ ചാപ്പലിൽ പോയിരുന്നു ഞാനിങ്ങനെ എല്ലാ ദിവസവും കരഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ പ്രാർത്ഥിച്ച് ഞാനൊരു പത്രം കൊടുക്കും, കാണുന്നവർക്കൊക്കെ ഞാൻ പത്രം കൊടുക്കും. അപ്പം ഞാൻ ഇറങ്ങി വന്നപ്പം ഒരു വീൽ ചെയറിൽ ഒരു ലേഡിയെ ഉന്തിക്കൊണ്ട്, അവർ പ്രഗ്നൻ്റ് ആണ്, ആ പ്രഗ്നൻ്റ് ആയ ലേഡിയെ ഉന്തിക്കൊണ്ട് അവരുടെ ഹസ്ബൻഡിൻ്റെ ഒരു ഇംഗ്ലീഷുകാരനായ പോലെ ആണ് അയാൾ. പക്ഷെ ഒരു പാവമായ ഒരാൾ അയാൾ എനിക്ക് യേശു പിതാവിനെ പോലെ തോന്നി അയാളെ കണ്ടപ്പം. അങ്ങനെ ഒരു വീൽ ചെയറിൽ ഈ പ്രഗ്നൻ്റ് ആയ ഈ ലേഡിയെ ഉന്തിക്കൊണ്ട് അവരിങ്ങനെ വന്ന് അവിടെ നിൽക്കുക. അപ്പോൾ ആദ്യം ഞാൻ കരുതി, കാരണം എനിക്ക് സംസാരിക്കാനുള്ള ഒരു ത്രാണി പോലും ഇല്ല, സംസാരിച്ച് ഞാൻ കരയും. അന്നേരം ഞാൻ വിചാരിച്ച് ഞാൻ കൊടുക്കണ്ട എന്ന് കരുതി ഞാൻ ഇറങ്ങിപ്പോവുക. പക്ഷേ എനിക്ക് തോന്നി അവർക്ക് പത്രം കൊടുക്കണമെന്ന് തോന്നി. അപ്പം ഞാൻ അവർക്ക് പത്രം കൊടുത്തു. അവരോട് ഞാനിങ്ങനെ പറഞ്ഞു, എനിക്ക് പറയാൻ കഴിയുന്നില്ല, എങ്കിൽ പോലും ഞാൻ അവരോട് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പം അവരുടെ റെസ്പോൺസ് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഓൾറെഡി അവർക്ക് അറിയാം, ഇങ്ങനെ ഒരു കുഞ്ഞിനെ പറ്റി അവർക്ക് അറിയാം എന്നൊരു റെസ്പോൺസായിരുന്നു അവർക്കുണ്ടായിരുന്നത്. എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ മകൻ NICU അങ്ങനെ എന്നുവെച്ചാൽ എനിക്ക് ഓൾറെഡി അറിയാം എന്നുള്ള രീതിയിൽ. അവൻ്റെ പേരെന്തായിരുന്നു എനിക്ക് ഓൾറെഡി അറിയാം, അവൻ്റെ പേര് ഞാൻ മറന്നുപോയി എന്ന് നമ്മളോട് ഒരാൾ പറയില്ലേ, അതുപോലെ. അപ്പം ഞാൻ പറഞ്ഞു അവൻ്റെ പേര് ഡാനിയലാണ്. അവൻ ഓക്കെ, എന്തായിരുന്നു പ്രശ്നം അവൻ്റെ അങ്ങനെ എന്ന് വെച്ചാൽ അവർക്ക് ഓൾറെഡി അറിയാമെന്നുള്ള രീതിയിൽ. അതെനിക്ക് ഭയങ്കര ഒരു അത്ഭുതമായിരുന്നു. പക്ഷേ നമുക്കറിയില്ലാത്തൊരു വ്യക്തി അത് കഴിഞ്ഞിട്ട് അവർ ആ വീൽ ചെയറിൽ നിന്ന് എഴുന്നേറ്റ് നിന്ന് എന്നെ കെട്ടിപ്പിടിച്ചിട്ട് അവർ പറഞ്ഞു, ഹി വിൽ ബി ഓൾ റൈറ്റ്, യു ഡോണ്ട് വറി, യു ഡോണ്ട് ക്രൈ, ഹി വിൽ ബി ഓൾ റൈറ്റ് എന്ന് പറഞ്ഞു. അതെനിക്ക് ഭയങ്കര ഒരു ആശ്വാസമായിരുന്നു. എന്നെ അറിയപ്പോലും ഇല്ലാത്ത ഒരാൾ, മാതാവ് പറഞ്ഞു വിട്ടതാണോ മാതാവ് തന്നെ ആയിരുന്നോ എന്ന് എനിക്കറിയില്ല, എങ്കിലും എൻ്റെ ആ ഒരു വിഷമഘട്ടത്തിൽ എന്നെ ഒത്തിരി ആശ്വസിപ്പിച്ച വാക്കുകളായിരുന്നു അത്. കാരുണ്യ പ്രവർത്തികളായിട്ട് ഞങ്ങളുടെ മുമ്പിൽ വരുന്ന ആരെയും ഞങ്ങൾക്ക് ചെറിയ സഹായമാണെങ്കിൽ പോലും ചെയ്യാൻ ഞങ്ങൾ ശ്രമിക്കാറുണ്ട്. ഒരു കുട്ടിയെ പഠിപ്പിക്കാനായിട്ടുള്ള ഷെയർ ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഓരോ ആവശ്യക്കാർ ആണെന്ന് എനിക്ക് തോന്നുന്ന ഒരു ആവശ്യക്കാരന് അല്ലെങ്കിൽ ആരും വന്ന് ചോദിച്ചാൽ ഞങ്ങൾ അവരെ സഹായിക്കാൻ ശ്രമിക്കാറുണ്ട്. ഈശോയ്ക്കും അൾത്താരയിൽ ഈ അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ സ്ഥലത്ത് വന്ന് സാക്ഷ്യം പറയുവാൻ എന്നെയും ഞങ്ങളെ അനുവദിച്ചതിന് അമ്മയ്ക്കും ഈശോയ്ക്കും അമ്മ മാതാവിനും 1000 നന്ദി. എൻ്റെ പേര് വത്സമ്മ, ഞാൻ തലയിൽപ്പറമ്പിൽ നിന്ന് വരുന്നു. ഇതെൻ്റെ മൂത്ത മകൻ ടോണി, ഇത് ഇളയ മകൻ ടിനു. ഞാൻ 2018 സെപ്റ്റംബർ 5-ാം തീയതിയാണ് ഇവിടെ വന്ന് ആദ്യമായി ഉടമ്പടി എടുക്കുന്നത്. ഇവിടെ വരാനുള്ള സാഹചര്യം എൻ്റെ അടുത്തുള്ള ഒരു സഹോദരി മുഖേനയാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത്. ഞാനിവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് മക്കൾക്ക് വേണ്ടിയായിരുന്നു ഇവിടെ വന്ന് ആദ്യമായി ഉടമ്പടി എടുത്തത്. അത് മൂത്ത മകൻ
ടോണിക്ക് പിന്നെ എന്നും പനിയും ചുമയും വരുമായിരുന്നു. ഞാൻ ഉടമ്പടി എടുത്ത് പുതുക്കിയതിന് ഉടമ്പടി എടുത്തു കഴിഞ്ഞ് 1 മാസം കൂടി അവന് പനിയും ചുമയും ഉണ്ടായി. പിന്നെ ഇതുവരെയും അങ്ങനെ ശക്തിയായിട്ടുള്ള പനിയും ചുമയും വന്നിട്ടില്ല. വന്നു പോകും, അത്രയേ ഉള്ളൂ. പിന്നെ 9 വർഷമായിട്ട് സഹോദരങ്ങൾ ഞങ്ങളുടെ സഹോദരങ്ങൾ തമ്മിൽ ഭയങ്കര പിണക്കത്തിലായിരുന്നു. 4 സഹോദരങ്ങളുണ്ട്, 4 സ്ഥലത്തായിരുന്നു. പിന്നെ ഞങ്ങൾ 2 സഹോദരന്മാരെ ഞങ്ങൾ വിവാഹം ചെയ്ത് അയച്ചതാണ്. അപ്പം ഞാൻ ഈ നിയോഗം ഉടമ്പടിയിൽ വെച്ചിരുന്നു. അപ്പം ഞാൻ ഉടമ്പടി വെച്ച് 6 മാസം തികയുന്നതിന് മുമ്പ് തന്നെ സഹോദരങ്ങൾ തമ്മിൽ സ്നേഹത്തിൽ ഒന്നാവുകയും ഇപ്പോഴെല്ലാവരും സ്നേഹത്തിലാണ്. ഞങ്ങളെല്ലാവരും സന്തോഷത്തോടു കൂടി കഴിയുന്നു. പിന്നെ സഹോദരിക്കൊരു ഭവനമില്ലായിരുന്നു. അവർ വസ്തു വിറ്റാണ് ഭവനം പണിതത്. അത് ഭർത്താവ് ഭയങ്കര കുടിയായിരുന്നു. അപ്പം എന്നോട് പറഞ്ഞു, ചേച്ചി പോകുവാണെങ്കിൽ ഈ ഉടമ്പടിയിൽ എൻ്റെ വീടിൻ്റെ നിയോഗം കൂടി വെക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വെച്ചു. അപ്പം അവരുടെ 6 മാസം കൊണ്ട് അവരുടെ പെരപണി പൂർത്തിയാക്കി കിട്ടി. പിന്നെ പിള്ളേർ ഇവർ 2 പേരും മൂത്തവൻ ഓട്ടോമൊബൈലാണ് പഠിച്ചത്. അത് ആ സാക്ഷ്യം അവൻ പറഞ്ഞോളും. ഇളയ മകൻ ടീനു, അവൻ ഹോട്ടൽ മാനേജ്മെൻറ്റാണ് പഠിച്ചത്. അപ്പോൾ അവനത് പഠിച്ചിട്ട് എങ്ങും ഇൻ്റർവ്യൂവിന് വിളിച്ചില്ല. അപ്പം അങ്ങനെ ഞങ്ങളിവിടെ വരുന്നതിന് മുമ്പ് തന്നെ പ്രാർത്ഥിച്ച് ഇരുന്ന് അങ്ങനെ കർണാടകയിൽ ഒരു ഹോട്ടലിൽ ഇൻ്റർവ്യൂ കിട്ടിയിട്ടും അവിടെ ഭയങ്കര പാടായിരുന്നു. അപ്പം അവൻ ഇൻ്റർവ്യൂവിന് കയറി. അവർ കൂട്ടുകാരൊക്കെ കൂടെ ഒന്നിച്ചാണ് പോയത്. അവിടെ ഇൻ്റർവ്യൂവിന് കയറി കഴിഞ്ഞപ്പം അവിടെ ഭയങ്കര പാടായിരുന്നു. ഇവരവിടെ നിന്ന് നിർത്തി പോരാനായിട്ടൊക്കെ പ്ലാൻ ചെയ്തതായിരുന്നു. അപ്പം അങ്ങനെ ഇരിക്കുമ്പോഴാണ് 18 വെള്ളപ്പൊക്കം ഉണ്ടായത്. വെള്ളപ്പൊക്കം ഉണ്ടായി കഴിഞ്ഞ് ഹോട്ടലിൻ്റെ ഒരു ഭാഗം മൊത്തം ഫുള്ള് പോയി. അപ്പോൾ ഇവരോട് പറഞ്ഞു, നിങ്ങൾ പോയിക്കോ, ഞങ്ങൾ വിളിക്കാമെന്ന് പറഞ്ഞു. പിന്നെ ഇവർ പിന്നീട് വിളിക്കുന്നത് 3-4 മാസം കഴിഞ്ഞാണ്. 3-4 മാസം അല്ല, 5 മാസത്തോളം കഴിഞ്ഞാണ് വിളിക്കുന്നത്. വിളിച്ച് കഴിഞ്ഞിട്ട് അവരാ ട്രെയിനിങ്ങിന് കയറ്റി. ട്രെയിനിങ് ആ മാസം കൂട്ടി, ആദ്യമേ ചെയ്തത് കൂട്ടി 6 മാസം പൂർത്തീകരിച്ചു. അവർ അവിടുന്ന് ഇറങ്ങി. അത് കഴിഞ്ഞ് ഞാനിവിടെ 4ാമത്തെ പുതുക്കലിന് വരാനായിട്ട് തയ്യാറെടുത്ത് നിൽക്കുമ്പോഴായിരുന്നു കോവിഡിൻ്റെ സമയം. പിന്നെ വീട്ടിൽ നിന്ന് വിട്ടില്ല. കോവിഡാണ്, എല്ലായിടത്തും ആകപ്പാടെ പ്രശ്നമാണ്, അതുകൊണ്ട് പോകണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാനോർത്തു ഉടമ്പടി ഇവിടം കൊണ്ട് തീർന്നു എന്നാണ് ഞാൻ ഓർത്തത്. പക്ഷേ എനിക്കങ്ങനെ പോകണമെന്നില്ലായിരുന്നത് കൊണ്ട് ഇവിടുത്തെ കാര്യങ്ങളൊന്നും എനിക്കറിയാൻ പറ്റിയില്ല. പിന്നെ 22 കഴിഞ്ഞപ്പോഴത്തേക്കും അടുത്തുള്ളൊരു സഹോദരി പറഞ്ഞു, കൃപാസനത്തിൻ്റെ 15 മുതൽ ഉടമ്പടി എടുത്തിട്ടുള്ളവർക്ക് പുതുക്കാൻ അവസരമുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ 2022 സെപ്റ്റംബർ 9-ാം തീയതി ഇവിടെ വരികയും ഉടമ്പടി പുതുക്കുകയും ചെയ്തു. അപ്പോൾ പിള്ളേർക്ക് ജോലിയൊന്നും ഇല്ലാണ്ടിരിക്കുമായിരുന്നു. പിന്നെ ആ ഉടമ്പടി പുതുക്കി കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ആകപ്പാടെ വിഷമിച്ചാണ് ഇവിടെ വന്നത്. അപ്പോൾ കൗൺസിലറോട് കുടുംബത്തിൻ്റെ പിള്ളേരുടെ അവസ്ഥ പറഞ്ഞപ്പോഴത്തേക്കും കൗൺസിലർ പറഞ്ഞു, ഏഷ്യ 22 വചനഭാഗം പറഞ്ഞു തന്നിട്ട് പറഞ്ഞു അത് ചൊല്ലി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അതായത് ദാവീദ് ഭവനത്തിൻ്റെ താക്കോൽ അവൻ്റെ തോളിൽ ഞാൻ വെച്ചു കൊടുക്കും. അവൻ തുറന്നാൽ ആരും അടയ്ക്കുകയോ അവൻ അടച്ചാൽ ആരും തുറക്കുകയോ ഇല്ല. ആ വചനം ഞാൻ കൂടെ ചൊല്ലിക്കൊണ്ട് നടന്നു. അങ്ങനെ ഇളയ മകന് കോവിഡെല്ലാം കഴിഞ്ഞ് എറണാകുളത്തെ ഒരു ഹോട്ടലിൽ പല സ്ഥലത്ത് ജോലി അന്വേഷിച്ചിട്ട് കിട്ടിയില്ല. പിന്നെ എറണാകുളത്തെ ഒരു ഹോട്ടലിൽ ചെന്നപ്പോഴത്തേക്കും അവിടെ ജോബ് ട്രെയിനിങ് ആയിട്ട് 3 മാസം അവിടെ വർക്ക് ചെയ്യുകയും പിന്നെ അവിടെ തന്നെ 1 വർഷത്തോളം ജോയിൻ ചെയ്ത്. അപ്പോൾ ഞാനിവിടെ വന്ന് വീണ്ടും പുതുക്കി അമ്മയോട് പറഞ്ഞ, അമ്മയത്തിന് എന്തെങ്കിലും ഒരു അമ്മയുടെ ഉടമ്പടിയിലാണ് ഞാൻ അമ്മ പിള്ളേരെ കൈപിടിച്ച് ഉയർത്തണമേ എന്ന് ഞാൻ നിരന്തരം പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. അങ്ങനെ അവിടുന്ന് ഇവിടെ ആലപ്പുഴയിൽ മരാരിയിൽ 6 മാസം 1 വർഷം കഴിഞ്ഞപ്പോൾ ഇങ്ങോട്ട് പോന്നു. ഇവിടെ 6 മാസം അവനവിടെ ജോയിൻ ചെയ്തു. അതിനിടയ്ക്ക് അവൻ ക്രൊയേഷ്യയിലേക്ക് ഇൻ്റർവ്യൂ ചെയ്തു. ഇതിനിടയ്ക്ക് ഞാനിവിടെ എപ്പോഴും വന്ന് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അമ്മയുടെ കരം പിടിച്ചാണ് ഞാൻ എപ്പോഴും നടന്നുകൊണ്ടിരുന്നത്. അപ്പം അവനങ്ങനെ അവിടെ നിന്ന് ഇൻ്റർവ്യൂ ചെയ്തു. ആ ഇൻ്റർവ്യൂ പാസ്സായി. കഴിഞ്ഞ ജൂൺ 22-ാം തീയതി
ഇവിടെ നിന്നും അവൻ കുറുരക്ഷയിലേക്ക് പോയി. അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് അവിടെ കിട്ടിയ സ്ഥലം ഭയങ്കര പാടുള്ള സ്ഥലമായിരുന്നു. അവൻ ഒരുപാട് ടൗണ് കഴിഞ്ഞ് ഒരുപാട് ദൂരം താണ്ടിയാണ് ഒരു ദിവസം യാത്ര എത്തിയാണ് എത്തിയിട്ട്, അതായത് കാടും മലയെല്ലാം കടന്നു പോകണം. അങ്ങനത്തെ ഒരവസ്ഥയിലാണ് അവൻ അവിടെ ചെന്നുപെട്ടത്. അവനാകപ്പാടെ ബുദ്ധിമുട്ടായിരുന്നു. എങ്കിലും അവിടെ 4 മാസമേ വർക്ക് ചെയ്തേണ്ടി വന്നുള്ളൂ. അത് കഴിഞ്ഞപ്പോൾ സീസൺ വർക്ക് കഴിഞ്ഞു, അതവരവിടെ അടച്ചു. പിന്നെ അവർക്ക് ജോലിയില്ലാതെ അവൻ ഏജൻസി അവിടെ നിന്ന് തിരിച്ച് ഇവരുടെ ഏജൻസിയുടെ റൂമിൽ കൊണ്ടുവന്നാക്കി. അങ്ങനെ ആക്കി കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞ് ഇനിയിപ്പം ഏജൻസി എവിടെയെങ്കിലും ശരിയാക്കി തരണം, അല്ലെങ്കിൽ നമ്മൾ കണ്ടുപിടിക്കണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇല്ല, മാതാവുണ്ട്, മാതാവ് ശരിയാക്കി തന്നുകൊള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഏജൻസി ഇവരോട് പറയുന്നത് സ്ലോവാനിയയിൽ വേക്കൻസി ഉണ്ട്, മലയാളികളായി നിങ്ങൾക്ക് 3 പേർക്കും അങ്ങോട്ട് ഇൻ്റർവ്യൂ അവിടെ കിട്ടും, അവിടെയെല്ലാം ശരിയാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ പേപ്പറുകളെല്ലാം ശരിയായി വന്നപ്പോഴാണ് ഡിസംബർ 1 മുതൽ ക്രിസ്മസ് സീസൺ വന്നത്. ക്രിസ്മസ് സീസൺ വന്ന് പിന്നെ ജനുവരി ന്യൂ ഇയർ എല്ലാം വന്നു. ജനുവരി 15 കഴിഞ്ഞതിന് ശേഷമേ അവിടെ തുറക്കുള്ളൂ. പിന്നെ അങ്ങനെ അവിടെ തുറന്ന് കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും അവിടെ പിന്നെ ഇവരുടെ പേപ്പറുകൾ ശരിയാക്കാൻ തുടങ്ങി. പേപ്പറുകൾ ശരിയാക്കി 1 മാസം കാത്തിരുന്നിട്ടും ഇല്ല. അപ്പോൾ അവർ അന്വേഷിച്ചപ്പോഴത്തേക്ക് പറയുകയാണ് ഇന്ത്യക്കാരുടെ ഇത് മാത്രം കിട്ടുന്നില്ല, ബാക്കിയുള്ളവരെല്ലാം കയറിപ്പോയി, ഇവർ 3 പേരും പെട്ടുപോയി. അപ്പം ഇനിയിപ്പോൾ ഏജൻസിയോട് ഇവർ ചോദിച്ചു ഞങ്ങൾ എന്ത് ചെയ്യണം, ഞങ്ങൾക്ക് വേറെ എവിടെയെങ്കിലും ശരിയാക്കാൻ തരാൻ പറഞ്ഞു. അപ്പം ഏജൻസി പറഞ്ഞു അപ്പം അത് നിങ്ങൾ തന്നെ എവിടെയെങ്കിലും കണ്ടുപിടിക്കാൻ പറഞ്ഞു. അപ്പോൾ ഇവർ അപ്പം ചിലവിനുള്ളതൊക്കെ ഏജൻസി സ്ലോവാനിയിൽ നിന്ന് കമ്പനി വഴി കുറേശ്ശെ ഇവർക്ക് ചിലവിനുള്ളത് കൊടുക്കുമായിരുന്നു. അപ്പം അങ്ങോട്ട് കൊണ്ടുപോകുന്നതുകൊണ്ട്. അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഇവർ 3 പേരും കൂടെ ഒരു ദിവസം നമുക്ക് എവിടെയെങ്കിലും അന്വേഷിച്ച് പോകാമെന്നും പറഞ്ഞ് ക്രൊയേഷ്യയിൽ തന്നെ അവിടെ അന്വേഷിച്ച് പോയി ഒരു ഹോട്ടലിൽ ചെന്ന് വിട്ടു. അവിടെ ചെന്ന് ചോദിച്ചപ്പോൾ ഒരു വേക്കൻസി ഉണ്ട്, എല്ലാവർക്കും കൂടി കിട്ടത്തില്ലെന്ന് പറഞ്ഞു. ഇവർക്ക് ആകെപ്പാടെ നിരാശയായി. അങ്ങനെയായി അവർ 3 ദിവസമാണ് 3 ഇൻ്റർവ്യൂ. 3 പേർക്ക് ഒരു ദിവസമല്ല, 3 പേർക്ക് 3 ദിവസമാണ് അവർ ഇൻ്റർവ്യൂ നടത്തിയത്. ഇവർ പറഞ്ഞു കുഴപ്പമില്ല, ഒരാൾക്കെങ്കിലും കിട്ടിയാൽ അത്രേ ആയല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ഇവർ ആ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഇവരാണ് ഏറ്റവും അവസാനം ഇൻ്റർവ്യൂ വിളിച്ചത്. മറ്റവർക്ക് 2 പേർക്കും, ഒരു മുസ്ലിമുണ്ട്, 2 പേര് ക്രിസ്ത്യൻസ്. അപ്പം അവർക്ക് ആദ്യത്തെ 2 ദിവസം അവർക്ക് ഇൻ്റർവ്യൂവിന് വിളിച്ചിട്ട് പറഞ്ഞു ഞങ്ങൾ വിളിക്കാമെന്ന് പറഞ്ഞു വിട്ടു. 3-ാമത്തെ ദിവസമാണ് ഇവന് ഇൻ്റർവ്യൂ. അപ്പോൾ അവർക്ക് ഇൻ്റർവ്യൂ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഇവൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു അമ്മച്ചി ആദ്യത്തെ സാലറി ഞാൻ കൃപാസനം മാതാവിന് കൊടുത്തോളാവെന്ന് നേരാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു നീ തന്നെ നേർന്നു, നീയല്ലേ ഇൻ്റർവ്യൂവിന് പോകണം, നീ തന്നെ നേരാൻ പറഞ്ഞു. അങ്ങനെ അവൻ നേർന്നു. 3-ാമത്തെ ദിവസം ഇൻ്റർവ്യൂവിന് പോയി. ആ ഇൻ്റർവ്യൂ അവർ പാസ്സാകി, അവർക്ക് അവനെ ഇഷ്ടപ്പെടുകയും ആ ഇൻ്റർവ്യൂ പാസ്സായി. പിറ്റേ ദിവസം ഇവനോട് പറഞ്ഞു മെയിൽ വിട്ടേക്കാമെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം തന്നെ ഇവന് മാത്രം മെയിൽ വന്നു സെലക്റ്റായെന്നും പറഞ്ഞു. മറ്റവർക്ക് 2 പേർക്കും കിട്ടിയില്ല. നമ്മ മാതാവിൻ്റെ ഏറ്റവും വലിയൊരു അനുഗ്രഹമായിരുന്നുവെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആ മാർച്ച് 13-ാം തീയതി തന്നെ 24 മാർച്ച് 13-ാം തീയതി ഇവൻ അവിടെ ജോയിൻ ചെയ്തു. ആദ്യത്തെ സാലറി ഇവിടെ അമ്മ മാതാവിന് ഞാൻ നന്ദി പറഞ്ഞ്, ഈ തിരുനടയിൽ വന്ന് നന്ദി പറഞ്ഞ് ഞാൻ അവിടെ ഏൽപ്പിച്ചു. അമ്മ മാതാവിൻ്റെ ഈ ഉടമ്പടിക്ക് നമ്മൾ എടുക്കുന്ന പോലത്തെ രൂപം എനിക്ക് തരികയും ചെയ്തു. അതെനിക്കൊരു വലിയൊരു സന്തോഷമായി. അങ്ങനെ അവന് ആ ജോലി കിട്ടി. അവിടെ തന്നെയാണ് അവൻ ഇപ്പം ലീവിന് വന്നതാണ്. ജനുവരി 2-ാം തീയതി ഇവിടെ ലീവിന് വന്നു, 1-ാം തീയതി പോകും. പിന്നെ അത് കഴിഞ്ഞിട്ട് ആ മാതാവ് വീട്ടിൽ വന്നതിന് ശേഷമാണ് ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു അഭിവൃദ്ധി വന്നത്. അത് കഴിഞ്ഞ് ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മ ഒരു ഭവനമാണ് ഞങ്ങളുടെ സ്വപ്നം, ഞങ്ങൾക്ക് അതിനെ അനുവദിച്ച് തരണമെന്ന് പറഞ്ഞു. അമ്മ വീട്ടിൽ വന്ന് 6 മാസം തികയണതിന് മുമ്പ് തന്നെ എൻ്റെ സഹോദരൻ വീട്ടിൽ വന്ന് ഇപ്പം ഇവന് കല്യാണം ആലോചിക്കാനായിട്ട് വീടില്ലാത്തതുകൊണ്ട്, വീടുണ്ട്, ഞങ്ങൾ കൂട്ടിയെടുത്തതാണ്, വീടുണ്ട്, പക്ഷേ ഇപ്പോഴത്തെ നിലയ്ക്ക് പറ്റത്തില്ല. അപ്പം വീട് ചോകുരുന്നുമുണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് വീട് പണി നടക്കണം. അപ്പോൾ ഇവൻ്റെ കടങ്ങളൊന്നും തീർന്നില്ലായിരുന്നു. 5 മാസം പെൻഡിങ് ആയിട്ട് നിന്നുകൊണ്ട് കടങ്ങളെല്ലാം ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ഇച്ചിരി മമാന്തിച്ച് നിന്നപ്പോൾ സഹോദരൻ വന്ന് വീടിൻ്റെ എസ്റ്റിമേറ്റ് എടുപ്പിച്ചു. അങ്ങനെ
വീടിൻ്റെ എസ്റ്റിമേറ്റ് അടുപ്പിച്ചു. ഇപ്പം വീടിൻ്റെ ഏറെക്കുറെ കാര്യങ്ങൾ ഞങ്ങൾക്കായി കിടക്കുകയാണ്. ഈ മാസം അവസാനത്തോടു കൂടി ഞങ്ങൾ പെരപണി ആരംഭിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അമ്മ മാതാവ് ചെയ്ത ഏറ്റവും വലിയ അനുഗ്രഹത്തിന് നന്ദി. അതുപോലെ തന്നെ ഇവന് അവിടെ ജോലിയില്ലാതെ ഇരുന്ന സമയത്ത് കഴിഞ്ഞ മുമ്പിലത്തെ ഈ ക്രിസ്മസ് ലീവിന് ഇരിക്കുമ്പോഴത്തേക്കും അവൻ്റെ മുഖത്ത് മുഴുവൻ കണ്ടമാനം നീര് വരികയും ആ നീര് വന്നിട്ട് ചൊടിയെല്ലാം പൊട്ടി കണ്ണൊന്നും തുറക്കാൻ മേലാത്ത അവസ്ഥയായിരുന്നു. അപ്പം ഞാൻ ഉടമ്പടി തൈലം 2 പേർക്കും കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു, ഉപ്പും കൊടുത്തു വിട്ടിട്ടുണ്ട്. അപ്പോൾ അവൻ എന്നെ വിളിച്ചു പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, മോനെ ഒരു കാര്യം ചെയ്യും, വിശ്വാസപ്രമാണം ചൊല്ലി മാതാവിൻ്റെ ഉടമ്പടി തൈലം മുഖത്ത് നന്നായിട്ട് വിശ്വാസപ്രമാണം ചൊല്ലി തൂക്കാൻ പറഞ്ഞു. അങ്ങനെ 2 പ്രാവശ്യം തൂത്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് അവൻ്റെ മുഖത്തെ നീരും പാടുമെല്ലാം പൂർണ്ണമായിട്ടും മാറി. ഇത്രയും വലിയ അനുഗ്രഹം തന്ന അമ്മ മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി. എൻ്റെ പേര് ടോണി. ആദ്യമായി ഈശോയ്ക്കും അമ്മയ്ക്കും 1000 നന്ദി പറയുന്നു. ആദ്യമായിട്ട് ഓട്ടോവേലാണ് കോഴ്സ് പഠിച്ചത്. അമ്മയാണെങ്കിൽ 2018 സെപ്റ്റംബർ 5-ാം തീയതി ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് 4ാമത്തെ പുതുക്കലിന് ശേഷമാണ് എനിക്ക് ജോലി കിട്ടിയത്. അതിനു മുമ്പ് ഞാൻ ഓട്ടോമൊബൈൽ എടുത്തിരുന്നു. ഓട്ടോമൊബൈൽ കോഴ്സ് പഠിച്ച് ഞാൻ ട്രെയിനിങ് എടുത്തതിന് ശേഷം പല കമ്പനികളിലും ജോലിക്ക് ശ്രമിച്ചെങ്കിലും എനിക്ക് കിട്ടിയില്ല. അതിൻ്റെ ഇടയ്ക്ക് കോവിഡ് വന്ന് ആദ്യത്തെ ലോക്ക്ഡൗൺ കഴിഞ്ഞ് കഴിഞ്ഞപ്പം പല കമ്പനികളിലും പോയി വേക്കൻസികൾ ചോദിച്ച് എങ്ങും കിട്ടിയില്ല. അതിനുശേഷം ഞാൻ ആ ഫീൽഡ് വിട്ട് പിന്നെ ഞാൻ JCBയുടെ ഓപ്പറേറ്റർ കോഴ്സ് പഠിച്ച് ആ കോഴ്സിലും എക്സ്പീരിയൻസ് എടുത്ത് അതിലും കുറേ ജോലികൾ നോക്കി, എന്നിട്ടും കിട്ടിയില്ല. അതിനുശേഷമാണ് അമ്മച്ചി 4ാമത്തെ പുതുക്കൽ പുതുക്കിയത്. ആ പുതുക്കൽ അതിനുശേഷം നന്നായിട്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എനിക്ക് സൗദി അറേബ്യയിൽ ഡ്രൈവറായിട്ട് ജോലി കിട്ടി. ജോലി കിട്ടിയതിന് ശേഷം എനിക്കവിടെ ലൈസൻസ് എടുക്കണമായിരുന്നു. അപ്പം ലൈസൻസ് എടുക്കാനായിട്ട് ആദ്യത്തെ ടെസ്റ്റിൽ തന്നെ ഞാൻ ഫെയിലായിപ്പോയി. വീട്ടിൽ നിന്ന് എനിക്ക് ഉടമ്പടി ഇവിടുന്ന് ഉപ്പ് തന്നു വിട്ടിട്ടുണ്ടായിരുന്നു, വിശുദ്ധ വെഞ്ചരിച്ച ഉപ്പ്. ആ ഉപ്പ് ആദ്യത്തെ ടെസ്റ്റിൽ ഞാൻ ഫെയിലായി കഴിഞ്ഞപ്പം ആ ഉപ്പ് വെച്ച് ഞാൻ നന്നായിട്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് 2ാമത്തെ ടെസ്റ്റിൽ തന്നെ എനിക്ക് ടെസ്റ്റ് പാസ്സായി. ഞാനിനി ഈ മാസം 29-ാം തീയതി സൗദിക്ക് തിരിച്ചു പോകണം. ഞാൻ ലീവിന് വന്ന സമയത്താണ് ഞാനിപ്പോൾ ഉടമ്പടി എടുത്ത് തീർത്ഥാടന ഉടമ്പടി എടുത്ത് ഞാനിപ്പം ഈ മാസം 29-ാം തീയതി ഞാൻ തിരിച്ചു പോവുകയാണ്. പരിശുദ്ധ അമ്മയോടും ഈ ഉടമ്പടിയിലും വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നുവെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും 1000 നന്ദി പറയുന്നു. പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്നത് ഞാൻ ആദ്യം ഇവിടുന്ന് എനിക്കറിയത്തില്ലായിരുന്നു. ആദ്യമേ പ്രേക്ഷിത പ്രവർത്തനം ചെയ്തുകൊണ്ടിരുന്നത് പത്രം മേടിച്ചു കൊണ്ടുപോയി പള്ളി വഴിയാണ് കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ അച്ഛൻ ധ്യാനത്തിൽ പറയുന്നുണ്ട്, നിങ്ങൾ ക്രൈസ്തവ മേഖലകളിലല്ല കൊടുക്കേണ്ടത്, നിങ്ങൾ മറ്റുള്ള പൊതുസ്ഥലങ്ങളിലാണ് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞു. ഇപ്പോൾ കുറച്ചധികം നാളുകളായിട്ട് ഞാൻ ഓട്ടോ ടാക്സി സ്റ്റാൻഡ് വഴിയും മാർക്കറ്റ് വഴിയും കട വഴിയുമൊക്കെയാണ് ഞാൻ പത്രങ്ങൾ കൊടുക്കുന്നത്. പിന്നെ കാരുണ്യ പ്രവൃത്തി എന്ന് പറയുന്നത് എനിക്ക് ആദ്യം വീട്ടിൽ അമ്മയുണ്ട്, അതുകൊണ്ട് അമ്മ ഇച്ചിരി ചൂടിലാണ്. അപ്പം അമ്മ സമ്മതിക്കത്തില്ല വീട്ടിൽ ഫുഡൊക്കെ കൊണ്ടാക്കി കൊടുക്കാൻ. അപ്പം അച്ഛൻ ഒരു ദിവസം ഉടമ്പടി ധ്യാനത്തിൽ പറഞ്ഞു, നിങ്ങൾ കാരുണ്യ പ്രവൃത്തി ചെയ്യുമ്പോൾ പൊതിച്ചോറൊക്കെ കൊണ്ടുപോയി കൊടുക്കണം. അത് വീട്ടുകാരെ പേടിച്ചിരുന്നിട്ട് കാര്യമില്ല, 1-2 പ്രാവശ്യമൊക്കെ അവർ എതിർക്കും, പിന്നീട് അത് കുഴപ്പമില്ലെന്ന്. അപ്പം എനിക്ക് ധൈര്യമായി. അപ്പം അങ്ങനെ ഞാൻ അവിടെ അടുത്തൊരു അനാഥാലയമുണ്ട്, അവിടെ 30 പേർക്കുള്ള ഫുഡ് ഒരു മാസം ഒന്നരാടം ശനിയാഴ്ച വഴി അമ്മയുടെ ദിവസമായ ശനിയാഴ്ച ദിവസം ഞാൻ അവിടെ കൊണ്ടുപോയി ഫുഡ് കൊടുക്കുന്നുണ്ട്. അപ്പം അത് ആദ്യം 1-2 പ്രാവശ്യം എതിർത്തെങ്കിലും ഇപ്പോൾ അവരെ എതിർപ്പാണ്. ഞങ്ങൾ 2 പേര് കൂടിയാണ് ഉടമ്പടി എടുത്ത 2 സഹോദരങ്ങൾ കൂടിയാണ്, ഞാനും വേറൊരു ചേച്ചി കൂടിയാണ് ചെയ്തുകൊണ്ടിരുന്നത്. 1-2 പ്രാവശ്യം ആയപ്പോൾ ആ ചേച്ചി അതിൽ നിന്ന് പിന്മാറി. ഇപ്പോൾ 1.5-2 വർഷമാകാറായി ഞാൻ തന്നെയാണ് ഈ 30 പേർക്കുള്ള ഫുഡ് കൊണ്ടുപോയി കൊടുക്കുന്നത്. അത് ഇവർ സപ്പോർട്ടുണ്ട്, ഇവർ അവിടെ നിന്ന് പൈസ അയച്ചു തരികയൊക്കെ ചെയ്യും. പിന്നെ അതല്ലാതെ കണ്ട് എന്നാൽ കഴിയും വണ്ണം എല്ലാ സഹായങ്ങളും അവരാവശ്യക്കാർ വന്ന് ചോദിച്ചാൽ ഞാൻ ഉപേക്ഷിക്കത്തില്ല. എന്തെങ്കിലും ആവശ്യക്കാരെ കണ്ട ഞാൻ അവർക്ക് പറ്റുന്ന സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കും. ഇത്രയും വലിയ അനുഗ്രഹം തന്ന ഈശോയ്ക്കും. ഓൺലൈനിലായിരുന്നു ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത്. കൃപാസനത്തെ പറ്റി ഞാൻ അറിയുന്നത് 2022-ലായിരുന്നു. പക്ഷേ അപ്പം ഞാൻ കാര്യമാക്കിയിരുന്നില്ല. എനിക്ക് പത്രമൊക്കെ കിട്ടാറുണ്ട്, ഞാനങ്ങനെ
അധികം അങ്ങനെ കാര്യമാക്കിയിട്ടില്ല, പ്രാർത്ഥിക്കും, അങ്ങനല്ലാതെ അതിൽ കൂടുതലൊന്നും ഇല്ലായിരുന്നു. ഞാനൊരു IT ഫീൽഡിൽ വർക്ക് ചെയ്യുന്നൊരു വ്യക്തിയാണ്. അപ്പം എനിക്ക് 2024 എൻ്റെ വർക്ക് ചെയ്യുന്നിടത്ത് എൻ്റെ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് എനിക്ക് നല്ലൊരു പ്രശ്നമുണ്ടായി. അതായത് എൻ്റെ സീനിയറായിട്ടുള്ള എൻ്റെ കൊളീഗ് നല്ല രീതിയിൽ എന്നെ ടോർച്ചർ ചെയ്യുമായിരുന്നു. ടോർച്ചർ ഇൻ ദ സെൻസ് മീൻസ് നമ്മൾ ചെയ്യുന്ന വർക്കിനൊന്നും ഒരു വിലയില്ല. എപ്പോഴും നമ്മൾ എന്തെങ്കിലും ചെറിയൊരു ഫോൾട്ട് ചെയ്താൽ അത് മാത്രമേ മീറ്റിങ്ങിലാണെങ്കിലും സെപ്പറേറ്റ് മാനേജർ മീറ്റിംഗ്, ടീം ലീഡ് മീറ്റിങ്ങിൽ അത് മാത്രം പറഞ്ഞുകൊണ്ടിരുന്നുള്ളൂ. അതെനിക്ക് ഭയങ്കരമായിട്ട് ഒത്തിരി വിഷമമായി. കാരണം ഞാൻ പാതിരാത്രി 2 മണി 3 മണി വരെ വർക്ക് ചെയ്യുന്ന വ്യക്തിയാണ്. പക്ഷേ ഒരിക്കലും നമ്മൾ ചെയ്ത വർക്കിന് ഒരിക്കലും ഒരു അപ്രീസിയേഷൻ ഇല്ല. അപ്രീസിയേഷൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, ഓക്കെ. പക്ഷേ നമ്മൾ ചെയ്ത വർക്കിന് നമ്മളെ എന്താ പറയുക, കുറ്റം മാത്രം എപ്പോഴും കാണാതെ എനിക്കത് ആരോട് പറയണമെന്ന് അറിയത്തില്ല. അങ്ങനെ വന്നപ്പോൾ എനിക്ക് എൻ്റെ ലൈഫ് നല്ല രീതിയിൽ സെറ്റാവുന്നില്ല. എനിക്ക് എൻ്റെ വർക്ക് മാത്രം രാവിലെ തൊട്ട് 9 to രാത്രി എപ്പോൾ എൻ്റെ വർക്ക് തീരുന്നു അപ്പോഴായിരിക്കും ഞാൻ ഉറങ്ങുന്നത്. എനിക്ക് ഭയങ്കരമായിട്ട് പ്രഷർ ഉണ്ടായിരുന്നു വർക്ക് സൈഡിൽ നിന്ന്. എനിക്ക് ഫാമിലിയിൽ എനിക്ക് നല്ല രീതിയിൽ എൻ്റെ ഫാമിലി കൊണ്ടുപോകാൻ പറ്റുന്നില്ല. എനിക്ക് മറ്റുള്ളവരോട് സന്തോഷിച്ച് ചിരിച്ച് സംസാരിക്കാൻ പറ്റുന്നില്ല. എന്ത് ചെയ്യണമെന്ന് അറിയാത്ത അവസ്ഥയിൽ എൻ്റെ ചേച്ചി ഇവിടെ ഉടമ്പടി എടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ നേരത്തെ തൊട്ട് പണ്ട് തൊട്ട് എല്ലാവരും ഇങ്ങനെ വിളിക്കും എൻ്റെ എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ. പ്രശ്നം എന്നല്ല, എപ്പോഴും ഞാൻ ആൾക്കാരുമായിട്ട് എപ്പോഴും കോൺടാക്റ്റ് സൂക്ഷിച്ച് വെക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പം ഞാൻ എൻ്റെ ആവശ്യങ്ങളോ അല്ലെങ്കിൽ എൻ്റെ വിഷമങ്ങളോ എന്തെങ്കിലും എനിക്ക് വരുമ്പോൾ ഞാൻ എല്ലാവരെയും വിളിച്ച് പറയും പ്രാർത്ഥിക്കണമെന്ന്. അപ്പം എൻ്റെ മനസ്സിലൊരു ദിവസം തോന്നിയില്ല ഇതുപോലെ ഉടമ്പടി എടുത്താലോ എന്നിങ്ങനെ തോന്നി. അങ്ങനെ ഞാൻ 2024 ഓഗസ്റ്റിലാണ് ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത്. ഞാൻ ആദ്യം വെച്ച നിയോഗം ഇത് തന്നെയായിരുന്നു, എനിക്ക് എങ്ങനെയും ഈ പ്രോജക്റ്റിൽ നിന്ന് റിലീസായിട്ട് കിട്ടണം. എനിക്കിനി പറ്റില്ല. കാരണം ഞാൻ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ എന്താ പറയുക, എനിക്കൊരു ലൈഫില്ല, അത്രയൊരു സിറ്റുവേഷനായിരുന്നു. അപ്പം അത് മാത്രമേ ഞാൻ അതിനോട് അപേക്ഷിച്ചുള്ളൂ. അപ്പം ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തു, പ്രാർത്ഥിക്കാൻ തുടങ്ങി, ബൈബിൾ വായിച്ചു, ജപമാല ചൊല്ലാൻ തുടങ്ങി, ഞാൻ സാക്ഷ്യങ്ങൾ കേൾക്കാൻ തുടങ്ങി. അങ്ങനെ എന്നും ഒത്തിരി സാക്ഷ്യങ്ങൾ കേൾക്കും. എല്ലാം പണ്ടത്തെ ആണെങ്കിലും എപ്പോഴും ഞാൻ സാക്ഷ്യം കേട്ടുകൊണ്ടിരിക്കും. അപ്പം എൻ്റെ യൂട്യൂബിൽ അതുവരെ ഞാൻ പ്ലേ ചെയ്തിട്ടില്ലാത്ത നേരത്തെ ഒക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ സിനിമ സോങ്സ് അങ്ങനെയൊക്കെ ആയിരിക്കും. പക്ഷേ ഉടമ്പടി എടുത്ത പിന്നെ എപ്പോഴും ഞാൻ യൂട്യൂബിൽ സാക്ഷ്യങ്ങൾ മാത്രമേ പ്ലേ ചെയ്യുന്നുള്ളൂ. എനിക്കത് മാത്രം കേട്ടാൽ മതി എന്നുള്ളൊരവസ്ഥയിലെത്തി. അങ്ങനെ ഞാൻ ഒരു സാക്ഷ്യത്തിൽ കേട്ട ഒരു ചേച്ചി UK യിലാണ്. അപ്പോൾ അവർക്ക് ആ ചേച്ചി എല്ലാ കാര്യങ്ങളും ഡേറ്റ് ഇട്ട് വെച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ എത്രയും മാത്രം ഡേറ്റ് ഇട്ട് വെച്ചു. ശരി, ഞാനും ഒന്ന് നോക്കാമെന്ന് വെച്ചിട്ട് സെപ്റ്റംബർ 8 2024 എനിക്ക് അതിനു മുമ്പ് എനിക്ക് ഈ പ്രോജക്റ്റിൽ നിന്ന് റിലീസാവണമെന്ന്, ഈ പ്രോജക്റ്റിൽ നിന്ന് റിലീസാവണമെന്ന് പോലും ഞാൻ ആഗ്രഹിച്ചില്ല. എനിക്ക് ഈ പ്രോജക്റ്റ് വേണ്ട, എനിക്ക് ഈ കമ്പനിയിൽ നിന്ന് തന്നെ റിസൈൻ ചെയ്താലോ എന്നുള്ള രീതിയിൽ എൻ്റെ അവസ്ഥ ഇരിക്കുക. ഞാൻ അങ്ങനെ പ്രാർത്ഥിക്കും തോറും പ്രശ്നങ്ങൾ കൂടുമല്ലാതെ ഒന്നും സോൾവ് ആകുന്നില്ല. അങ്ങനെ സെപ്റ്റംബർ 4 ഞങ്ങൾ നോർമൽ മീറ്റിങ്ങിൽ, ഡെയിലി മീറ്റിങ്ങിൽ എല്ലാവരെയും അവരുടെ സ്റ്റാറ്റസൊക്കെ പറഞ്ഞിട്ട് എന്നോട് എൻ്റെ ടീം ലീഡും റിപ്പോർട്ടിംഗ് മാനേജറും പറഞ്ഞു ഒന്ന് സ്റ്റേ ബാക്ക് ചെയ്തിട്ട് എന്നോട് പറഞ്ഞു ക്ലയൻറ്റിന് ഇത്ര ആൾക്കാരെ ആവശ്യമില്ല, സോ പ്രൊജക്റ്റിൽ നിന്ന് റിലീസാണ് സോണി എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ എനിക്കുണ്ടായ സന്തോഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ ആർക്കും അങ്ങനെ ഇത് സന്തോഷിക്കില്ല, പക്ഷേ എൻ്റെ അവസ്ഥയിൽ ഞാൻ ഭയങ്കരമായിട്ട് സന്തോഷിച്ചൊരു വ്യക്തിയാണ്. അങ്ങനെ സെപ്റ്റംബർ 4 തന്നെ ഞാൻ മാതാവിനോട് ഇത്രയും മാത്രമേ ഉള്ളൂ, മാതാവിൻ്റെ ബർത്ത്ഡേ സെപ്റ്റംബർ 8, എനിക്ക് അതിന് മുമ്പ് എനിക്ക് ഈ പ്രൊജക്റ്റിൽ നിന്ന് തന്നെ ഒന്ന് മാറ്റണമെന്ന്. അങ്ങനെ സെപ്റ്റംബർ 4 റിലീസായി. നോർമലി ഞാൻ ഒരു MNCയിലായിരുന്നു വർക്ക് ചെയ്തത്. അപ്പം ഒരു കമ്പനിയുടെ റൂൾ വെച്ചിട്ട് നമ്മളൊരു പ്രൊജക്റ്റിൽ നിന്ന് റിലീസാകുമ്പോൾ ഓഫ് ബോർഡ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ലാപ്ടോപ്പ് ഫുൾ അവിടെ കൊണ്ട് കൊടുത്ത് അതിനകത്തിലെ ഡീറ്റെയിൽസ് മൊത്തം അവർ മാറ്റി കളഞ്ഞിട്ട് നമുക്ക് ആ ലാപ്ടോപ്പ് തന്നെ നമുക്കൊന്നുകൂടെ അവർ തരും. അപ്പം എന്നോട് നോർമലി ഒരു കമ്പനിയിൽ ഒരു പ്രൊജക്റ്റ് നമ്മൾ റിലീസായി കഴിഞ്ഞാൽ അത് ഒരാഴ്ചക്കുള്ളിൽ നടക്കേണ്ടതാണ്. എനിക്ക് ആ സമയത്ത് സർജറി കഴിഞ്ഞു, എനിക്ക് ട്രാവലിംഗ് സിറ്റുവേഷൻ വന്നപ്പോൾ ഞാൻ എത്രമാത്രം മാതാവിനോട് പറഞ്ഞു, മാതാവ് എനിക്കിത് എക്സ്റ്റെൻഡ് ചെയ്ത് തരണം, എനിക്കറിയില്ല എങ്ങനെയില്ല ഒരു ഒക്ടോബർ 4 വരെ, സെപ്റ്റംബർ 4 നിന്ന് ഒക്ടോബർ 4 എന്ന് വെച്ചാൽ ഒരു മാസമുണ്ട്, എനിക്കറിയില്ല എങ്ങനെയില്ല, എനിക്ക് അത്രയും നാൾ എനിക്ക് അവിടെ എത്താൻ പറ്റില്ല, ഞാൻ തന്നെ ലാപ്ടോപ്പ് കൊണ്ട് ചെല്ലണം, വേറൊരാളെ നമുക്ക് വിടാൻ പറ്റില്ല. അപ്പം ഞാനിത് മാത്രമേ പ്രാർത്ഥിച്ചുള്ളൂ. ആദ്യത്തെ ഫസ്റ്റ് 2 വീക്സ് ഓണം ആയതുകൊണ്ട് അതെങ്ങനെയോ പോയി. പിന്നെ എൻ്റെ IT സപ്പോർട്ടിൽ നിന്ന് എന്നെ കോൺടാക്ട് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഇപ്പോൾ ട്രാവലിംഗ് പറ്റില്ല, എനിക്കൊരു 2-3 ഡേയ്സ് എന്ന് പറഞ്ഞു. 2-3 ഡേയ്സ് എന്ന് പറയുമ്പോൾ സെപ്റ്റംബർ മിഡ് ആയിട്ടേ ഉള്ളൂ, ഒക്ടോബർ ആയിട്ടുകൂടിയില്ല. അപ്പം ഞാൻ അങ്ങോട്ട് ഇവർ വിളിക്കാനും പോയില്ല. എൻ്റെ ലീഡിനോട് പറഞ്ഞപ്പോൾ ലീഡ് പറഞ്ഞു അവർ കോൺടാക്ട് ചെയ്യുവാണെങ്കിൽ മാത്രം എന്തെങ്കിലും നിർബന്ധമായിട്ട് കൊണ്ട് ചെല്ല്, ഇല്ലെങ്കിൽ വിട്ടേക്ക് സോണിയുടെ ടൈം അനുസരിച്ച് കൊണ്ട് തന്നാൽ മതിയെന്ന്. അപ്പോഴും ഓരോ തവണ ലീഡിനെയും IT സപ്പോർട്ടിനെയും ഒക്കെ വിളിക്കുമ്പോഴും ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടായിരിക്കും ഞാൻ വിളിക്കുന്നത്. അന്ന് എനിക്ക് തൈലയില്ല, ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തായിരുന്നു, തൈലയില്ല, ഉപ്പില്ല, ഒന്നും ഇല്ലായിരുന്നു.
അപ്പം അത് കഴിഞ്ഞ് ഞാൻ ശരിക്കും എൻ്റെ ലാപ്ടോപ്പ് റിട്ടേൺ ചെയ്തത് ഒക്ടോബർ 9-നാണ്. ലൈക്ക് ഞാൻ ആഗ്രഹിച്ച ദിവസവും കഴിഞ്ഞിട്ടാണ് എനിക്ക് എൻ്റെ ലാപ്ടോപ്പ് തിരിച്ചു കൊണ്ട് കൊടുക്കാൻ പറ്റിയത്. മൂന്നാമത് എൻ്റെ ഉടമ്പടിയിൽ ഞാൻ ഉടമ്പടി വെച്ചിട്ടുള്ള കാര്യങ്ങളിലേക്കാട്ടി കൂടുതൽ എൻ്റെ ദിവസം മാത്രമല്ല, എനിക്ക് എൻ്റെ ലൈഫിൽ എന്തൊരു സിറ്റുവേഷൻ വന്നാലും അതിനാണ് എനിക്ക് കൂടുതൽ പരിഹാരങ്ങൾ മാതാവ് തന്നുകൊണ്ടിരിക്കുന്നത്. മൂന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ പാസ്പോർട്ട് റിന്യൂ ചെയ്യുന്ന ടൈമിൽ ലൈക്ക് ഞങ്ങളോർത്ത് ഹസ്ബൻഡ് സൗദിയിലാണ്, അപ്പോൾ അവിടെ നിന്ന് തന്നെ റിന്യൂ ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷേ ആ ടൈമിൽ പണ്ടൊരു കേസ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ കേസ് ഓൾറെഡി ക്ലോസ്ഡ് ആയിട്ട് ഇപ്പോൾ 10 വർഷം മേലായി. പക്ഷേ നമ്മുടെ കേരള പോലീസിൻ്റെ സൈഡിൽ ആ കേസ് ഇപ്പോഴും സ്റ്റിൽ അവൈലബിൾ ആയിട്ട് അങ്ങനെ കിടക്കുന്നത്. കാരണം ആ കേസിൻ്റെ പേപ്പർ കൊണ്ട് നമ്മൾ പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് കൊടുക്കാതെ ആ കേസ് ക്ലിയർ ആവില്ല. നമ്മുടെ പേര് അവിടെ നിന്ന് എടുത്ത് മാറ്റില്ല. അപ്പോൾ ഞങ്ങൾക്കിതൊന്നും അറിയില്ല. ഞങ്ങളപ്പം ലൈക്ക് എന്താ പറയുക, പാസ്പോർട്ട് അവിടെ റിന്യൂ ചെയ്യുക, സൗദി എംബസി ത്രൂ റിന്യൂ ചെയ്യുവാണെങ്കിൽ അവർ ഡയറക്റ്റ്ലി കോൺടാക്ട് ചെയ്യും. നമ്മുടെ നാട്ടിൽ ഒരു ദാക്ഷിണ്യവും കാണിക്കില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഓൺ ദ സ്പോട്ട് എക്സിറ്റ് അടിച്ച് വിടുക ചെയ്യുന്നത്. അപ്പം കൂട്ടത്തിൽ ഞങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതിന് ഒരു 1 വീക്കോ 2 വീക്കോ മുമ്പേ പുള്ളിയുടെ കൂടെ വർക്ക് ചെയ്ത ഒരാൾ ഇതുപോലെ കൊണ്ട് കാണിച്ചു, ഇങ്ങനെ എന്തോ നാട്ടിലൊരു കേസ്, അതും ക്ലോസ്ഡ് ആവാത്ത കേസ് ഉണ്ടായിരുന്നു. ആ ആൾക്ക് സൗദി എംബസി ഒരു 6 months ടൈം കൊടുത്തു. അതിനുള്ളിൽ നാട്ടിൽ പോയേ പറ്റൂ, ജോലി നിർത്തിയിട്ട്. ഇനിയും സൗദിയിലോട്ട് തിരിച്ച് റീ എൻട്രി പറ്റില്ല. അങ്ങനെ മാതാവ് ഞങ്ങളെ പ്രിക്കോഷൻ ചെയ്തെന്നേ എനിക്ക് പറയാൻ പറ്റൂ. കാരണം ഞങ്ങൾ ഒരു ആപത്ത് ഞങ്ങളിങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോഴേ ഞങ്ങളെ നാട്ടിൽ വിടും. എനിക്കെന്താ ജോലി ഇല്ലാത്തൊരവസ്ഥ, ഞങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലായിരുന്നു. അപ്പോൾ അവിടെ മാതാവ് ശരിക്കും ഞങ്ങളെ സംരക്ഷിക്കുകയായിരുന്നു ചെയ്തത്. അതിനുശേഷം ഞാൻ നേരിട്ട് വന്ന് ഉടമ്പടി എടുത്തിട്ട് എൻ്റെ കയ്യിൽ കാശുരൂപം ഉപ്പും എല്ലാം ഉണ്ടായിരുന്നു. ഞാൻ ഉപ്പ് കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നും ഈ പാസ്പോർട്ടിനകത്ത് ഉപ്പ് വെച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. അത് ലോജിക്കലി എല്ലാവരും ചിന്തിക്കുമ്പോൾ അത് കറക്റ്റ് ആണെന്നില്ല. പക്ഷേ ഞാൻ ഒത്തിരി സാക്ഷ്യം കേട്ടിട്ടുണ്ട്. ഒരുപാട് സാക്ഷ്യത്തിനകത്ത് എല്ലാം ഈ പരിശുദ്ധ തൈലം, ഉപ്പ്, തേൻ ഇതെല്ലാം യൂസ് ചെയ്തിട്ട് ആൾക്കാർക്ക് ഒരുപാട് എന്താ പറയുക, നമ്മൾ മനുഷ്യരെ കൊണ്ട് വിചാരിച്ചാൽ നടക്കാത്ത കാര്യങ്ങൾ ഒരുപാട് സാധിച്ചിട്ടുണ്ട്. അതായിരുന്നു എൻ്റെ അടുത്ത സാക്ഷ്യം. പിന്നെ ഇനിയുള്ളത് ലീവ് റിക്വസ്റ്റാണ്. എൻ്റെ ഹസ്ബൻഡിന് ഡിസംബറിൽ എൻ്റെ സർജറിക്ക് വേണ്ടി നാട്ടിൽ വരാൻ വേണ്ടി ലീവ് റിക്വസ്റ്റ് ചെയ്തു. അപ്പോൾ ആ സമയത്ത് ഞങ്ങൾക്ക് കൊന്ത ചൊല്ലാമൊന്നും അറിയില്ല, ഞങ്ങൾ ഓർത്തഡോക്സുകാരാണ്. അപ്പം കൊന്ത ചൊല്ലാമൊന്നും അറിയില്ല. ഞാൻ നേരത്തെ ഒരു കാത്തലിക് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വർക്ക് ചെയ്തിട്ടുള്ളതുകൊണ്ട് എനിക്ക് കൊന്ത ചൊല്ലാൻ ഞാൻ അവിടെ നിന്ന് പഠിച്ചു. അപ്പോൾ ഞാൻ എന്നും ലൈക്ക് ഹസ്ബൻഡിനെ വിളിക്കും, ഞാൻ പഠിപ്പിച്ച് തരാമെന്ന് പറഞ്ഞു. പക്ഷേ ഇന്നേ വരെ വന്നിട്ടില്ല. അന്ന് ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്ത് കഴിഞ്ഞിട്ട് ഹസ്ബൻഡായിട്ട് ഇങ്ങോട്ട് പറഞ്ഞു, ഞാനോട് എന്നാൽ ഉടമ്പടി എടുക്കുക, എന്നെയും കൂടെ കൊന്ത ചൊല്ലാൻ പഠിപ്പിക്കുമോ എന്ന് ചോദിച്ചു. അപ്പോൾ എനിക്കെന്തോ അത് ഭയങ്കര ഹാപ്പിയായി. കാരണം ഞാൻ ഇത്രയും 2 വർഷമായിട്ട് പുറകെ നടക്കാത്തൊരു സംഭവം മാതാവിനെ കൊണ്ട് എന്താ ലൈക്ക് ഒരു 1 വീക്കും കൊണ്ട് നടന്നല്ലോ എന്ന് ഓർത്തു. അങ്ങനെ ലീവ് റിക്വസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ഞങ്ങളുടെ 2 പേരും കാര്യത്തിൽ എന്തുണ്ടെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ച് പറയും, പ്രാർത്ഥിക്കണേ, ഞാൻ ഇന്നടത്ത് പോവുക, അല്ലെങ്കിൽ ഇന്ന കാര്യം ഞാൻ ചെയ്യാൻ പോവുക എന്നുള്ള രീതിയിൽ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ച് പറയും. അപ്പോൾ എന്നോട് ഇതുപോലെ പറഞ്ഞു, ലീവ് റിക്വസ്റ്റ് ചെയ്യാൻ പോവുക, പ്രാർത്ഥിക്കണം. സാധാരണ ഇവരുടെ കമ്പനിയിൽ ഒരു 2 വീക്സ് ലീവ് റിക്വസ്റ്റ് ചെയ്തിട്ട് 2 വീക്സ് പുറകെ നടന്നാൽ മാത്രം അപ്രൂവ് ചെയ്യുന്നത്. അന്നൊരു 5 മിനിറ്റിനുള്ളിൽ അപ്രൂവ് ചെയ്തു. അപ്പം ലൈക്ക് തിരിച്ച് ഡ്യൂട്ടി കഴിഞ്ഞ് വന്നപ്പോൾ എന്നോട് പറഞ്ഞു ഇതുപോലെ അപ്രൂവ് ചെയ്തു. അപ്പം ഞാൻ പറഞ്ഞത് മാതാവ് ചെയ്തു തന്നതാണ്, ഞാൻ അത്രയും പ്രാർത്ഥിച്ചിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞേ ഇല്ല, ഈ സമയത്ത് അധികം വർക്കില്ല, അതുകൊണ്ട് അവർ തരുമെന്ന് പറഞ്ഞു ലീവ്. അപ്പം ഞാൻ മനസ്സുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചു, മാതാവ് ഇത് നീ ചെയ്തു കൊടുത്താണെങ്കിൽ ഇത് എന്തായാലും ഇത് തെളിയിക്കണം, അല്ലെങ്കിൽ പുള്ളിക്ക് അതിനുള്ള വിശ്വാസം കൊടുക്കണമെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം വെരി നെക്സ്റ്റ് ഡേ കൂടെ വർക്ക് ചെയ്യുന്ന വേറൊരു പയ്യന്, ആക്ച്വലി ആ പയ്യൻ എല്ലാവർക്കും വേണ്ടി ലീവ് അഡ്ജസ്റ്റ് ചെയ്യുന്ന ഒരുത്തനാണ്. അപ്പം ആ പയ്യനെ ഇതുപോലെ ലീവ് റിക്വസ്റ്റ് ചെയ്തു, അതിൻ്റെ ഫാദറിൻ്റെ സർജറി ആയിട്ട് 5 മിനിറ്റ് കൊണ്ട് റിജക്റ്റ് ചെയ്തു. അപ്പോൾ ലൈക്ക് അവിടെ ഉണ്ടായിരുന്ന ഓഫീസിലുള്ള എല്ലാവരും ചോദിച്ചു, ഇതെന്തുകൊണ്ട് ഇതിന് മാത്രം ഇതെന്തുകൊണ്ട് ഇങ്ങനെ എല്ലാം റെഡിയായി വരുന്നു എന്നുള്ളത്. അത് എനിക്ക് 100% ഉറപ്പാണ്, അത് മാതാവ് തന്നെ ചെയ്തു കൊടുത്തത്. കാരണം ഇവരുടെ കമ്പനിയിലെ HR അങ്ങനെ ഓഫീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഫുൾ അറബിക് പീപ്പിളാണ്. നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അവർക്ക് ഇഷ്ടമുള്ള ടൈമിൽ അവർ വർക്ക് ചെയ്യും, അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ അവർ റിപ്ലൈ ചെയ്യും. അത് നമുക്കൊന്നും ചെയ്യാനേ പറ്റില്ല. ഒരു മലയാളി പോലും ഇല്ല ഇവരുടെ കമ്പനിയിൽ. അത് മാതാവ് ചെയ്തു തന്നാന്ന് എനിക്ക് 100% ഉറപ്പാണ്. ഇനി അടുത്തുള്ള ഇക്കാമ, എൻ്റെ ഹസ്ബൻഡ് എക്സിറ്റ് അടിച്ച് വരികയാണ്. അപ്പം January 2, 2026 ആണ് ലാസ്റ്റ് എൻഡ് ഓഫ് കോൺട്രാക്റ്റ്. പക്ഷേ December 2 അവർ പറഞ്ഞു പോകാൻ, കാരണം ഇക്കാമ 12 റിന്യൂ ലൈക്ക് എക്സ്പയർ ആവും. അവർക്ക് റിന്യൂ ചെയ്ത് കൊടുക്കാൻ താല്പര്യമില്ല 22 ദിവസത്തേക്ക്. അപ്പം ഞാൻ ഭയങ്കര സങ്കടത്തിലായി. കാരണം നാട്ടിൽ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് 2 പേർക്കും ജോലിയില്ലാത്ത അവസ്ഥ, ഞങ്ങൾ എങ്ങനെ ജീവിക്കാമെന്ന് അറിയത്തില്ല. സോ ഞാൻ മാതാവിനോട് ഞാൻ പ്രാർത്ഥിച്ചു, മാതാവ് എനിക്കറിയില്ല, ഞാൻ ഉടമ്പടി എടുത്തിട്ടുള്ളതാണ്, എൻ്റെ ഹസ്ബൻഡ് പ്രാർത്ഥിക്കുന്നതാണ്, നീ എന്താണെന്ന് വെച്ചാൽ ചെയ്തു, ഞങ്ങൾക്ക് അതിന് വിഷമമൊന്നുമില്ല, പക്ഷേ ഈ ഒരു സിറ്റുവേഷനിൽ എന്നെ എങ്ങനെയും ഒന്ന് രക്ഷിച്ചേ പറ്റൂ എന്ന് പറഞ്ഞു. അപ്പം ആദ്യം ജൂനിയർ HR കണ്ടു. HR കാണാൻ പോകുമ്പോഴൊക്കെ എന്നെ വിളിക്കും, ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ HR കാണാൻ പോയ സമയത്ത് എന്നോട് HR പറഞ്ഞു ഓക്കെ, കാരണം ഇക്കാമ റിന്യൂ എൻ്റെ ഹസ്ബൻഡ് ഒരു കണ്ടീഷനേ പറഞ്ഞിട്ടുള്ളൂ, എനിക്ക് എൻ്റെ ബെനിഫിറ്റ് കട്ടാവല്ല, എക്സിറ്റ് അടിച്ച് വരുന്നുണ്ട്. പിന്നെ അതുമല്ലാതെ എൻ്റെ സാലറി എനിക്ക് 1 മന്ത്, ഞാൻ നേരത്തെ പോകാം പക്ഷേ എനിക്ക് 1 മന്ത് സാലറി വേണം എൻ്റെ കോൺട്രാക്റ്റ് തീരുന്നോടം വരെയെന്ന്.
അപ്പോൾ അവർ പറഞ്ഞു ഓക്കെ, ജൂനിയർ HR പറഞ്ഞു ഓക്കെ, ബിക്കോസ് അവർക്ക് അതാണ് ലാഭം, ഇക്കാമ റിന്യൂ ചെയ്യുന്നതിൻ്റെ അത്രയും പൈസ ആവില്ല ഒരു മാസത്തെ സാലറി കൊടുത്ത് ബെനിഫിറ്റ് ഫുൾ കൊടുത്ത് വിടുന്നത്. ഓക്കെ എന്ന് പറഞ്ഞിട്ട് വിട്ടു. നാളെ വായോ സീനിയർ HR കൂടത്തെ. അപ്പോൾ അന്നും പോയപ്പോൾ എന്നെ വിളിച്ചു, ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ഞാൻ ഇത്രയും മാത്രമേ മാതാവിനോട് പറഞ്ഞു, മാതാവേ അവിടെ ആരുമില്ല ഞങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ, അല്ലാതെ ഞങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ ആരുമില്ല, സഞ്ചാരി മറ്റത് കൂടെ പോയേ പറ്റുമെന്ന് ഞാൻ അത്രമേൽ വിഷമിച്ച് ഞാൻ പറഞ്ഞു. കാരണം 2 പേർക്കും ജോലിയില്ലാത്ത അവസ്ഥയാണ്. അപ്പം കൂട്ടത്തിൽ ഇവരുടെ എഞ്ചിനീയറോട് പോയിട്ടുണ്ടായിരുന്നു. പോയ സമയത്ത് സീനിയർ HR സമ്മതിച്ചില്ല, പുള്ളി അക്സെപ്റ്റഡ് അല്ല, 1 മന്ത് ജോലി ചെയ്യാതെ സാലറി തരില്ല എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പം എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു ശരി ഞാൻ പോകുന്നില്ല, ജാനുവരി 2 ഞാൻ പോകുന്നുള്ളൂ, എൻ്റെ കോൺട്രാക്റ്റ് തീരുന്നിടം വരെ ടെർമിനേറ്റ് ചെയ്യാൻ അപ്പോൾ അവർ പറഞ്ഞു ടെർമിനേറ്റ് ചെയ്യുന്നു. ഓക്കെ, എഞ്ചിനീയറും എൻ്റെ ഹസ്ബൻഡും 2 പേരും പറഞ്ഞു ശരി ടെർമിനേറ്റ് ചെയ്യും. കാരണം വിത്തൗട്ട് റീസൺ ഒരു പേഴ്സണെ ടെർമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് തന്നെയാണ് ഒരു 4-5 മാസത്തെ എക്സ്ട്രാ സാലറി കൊടുത്ത് നാട്ടി വേണ്ടത്. ലാസ്റ്റിൽ സീനിയർ HR അറബിക്ക് മനസ്സിലായി എന്തായാലും ഇത് നടക്കാൻ പോകുന്നില്ല. പുള്ളി പറഞ്ഞു ശരി 22 ദിവസത്തേക്കുള്ളതിന് വരും 3 മാസത്തെ ഇക്കാമ റിന്യൂ ചെയ്തു. ഇവൻ എൻ്റെ ചേച്ചിയൊക്കെ അവിടെ വർക്ക് ചെയ്യുന്നു, അവരൊക്കെ പറഞ്ഞു ഒരിക്കലും അങ്ങനെ നടക്കാത്ത സംഭവമാണ്, ഞങ്ങളെക്കൊണ്ട് വിചാരിച്ചാൽ നടക്കില്ല, നമ്മൾ മലയാളികളെല്ലാം പോയി പറയാനും റിക്വസ്റ്റ് ചെയ്യാനും. അവരുടെ ക്യാരക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഡിഫറെൻറ്റാണ്. അവിടെയും മാധവ് മാത്രം അത്ഭുതം പ്രവർത്തിച്ചാൽ എനിക്ക് 100% ഉറപ്പാണ്. അപ്പോഴും ഞാൻ പറഞ്ഞു എനിക്ക് ഇന്നാളിൽ ജോസഫ് അച്ഛൻ്റെ കൈമുത്തിലൂടെ എനിക്കൊരു കാശ് രൂപം കിട്ടിയിട്ടുണ്ടായിരുന്നു, അത് ഞാൻ ഹസ്ബൻഡെ കൊടുത്ത് വിട്ടിട്ടുണ്ടായിരുന്നു. അത് എപ്പോൾ എവിടെ പോയാലും സൈറ്റിൽ പോയാലും എപ്പോൾ എവിടെ പോയാലും അത് കൂടെ കൊണ്ടുപോകണം. കാരണം വർക്ക് ചെയ്യുന്ന സൈറ്റിൽ എപ്പോഴും ആക്സിഡൻറ്റ് നടക്കുന്നതാണ്, നമുക്ക് ഒരു അഷുറൻസും ഒന്നും പറയാൻ പറ്റത്തില്ല. അപ്പം ഞാൻ എപ്പോഴും ഞാനത് പറയും, കൊന്തയും കാശ് രൂപവും ഒന്നും സൈറ്റിനകത്ത് എൻ്റർ ചെയ്യാൻ പറ്റത്തില്ല, പക്ഷേ എങ്ങനെയെങ്കിലും എൻ്റെ ഹസ്ബൻഡ് അത് അകത്ത് കൊണ്ടുപോകും. അടുത്തതായിട്ടുള്ള എനിക്ക് ജോലിയുടെ കാര്യം, ഞാനൊരു 8 മന്ത്സായിട്ട് ഗ്യാപ്പ് എടുത്തിരിക്കുന്നു സർജറി കഴിഞ്ഞ്. എനിക്ക് ജോലി കിട്ടുന്നില്ല. ഞാൻ ട്രൈ ചെയ്യാൻ തുടങ്ങിയ സമയം തൊട്ട് ഒത്തിരി റിസഷൻ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാനിങ്ങനെ എന്നും പ്രാർത്ഥിക്കും, എന്നും നൗക്കറി ലിങ്ക്ഡിൻ എല്ലാം ഞാൻ അപ്ലൈ ചെയ്യാറുണ്ട്. അപ്പോൾ ഒരു ദിവസം എനിക്കൊരു കമ്പനിയുടെ പേരില്ല, ജസ്റ്റ് ഒരു കൺസൾട്ടൻസിയിൽ ഞാൻ ജസ്റ്റ് ഇങ്ങനെ ലിങ്ക്ഡിൻ ത്രൂ അപ്ലൈ ചെയ്ത സമയത്ത് എനിക്ക് മെയിൽ വന്നു, തിരിച്ച് ഓൺ ദ സ്പോട്ട് തന്നെ റിപ്ലൈ മെയിൽ വന്നു. അപ്പം ഞാൻ വിചാരിച്ചു അത് ഡയറക്റ്റോ ഇൻഡയറക്റ്റോ പേരോൾ ഓഫ് ഒരു MNC കമ്പനിയുടെ പേരായിരുന്നു. ഞാൻ വിചാരിച്ചു ഇതൊക്കെ ഊടായിപ്പായിരിക്കും, നടക്കില്ല, ഇങ്ങനെയൊന്നും ഒരിക്കലും ആരും അയക്കില്ല, ഞാൻ അവർക്കാർക്കും അയച്ചിട്ടില്ല. അപ്പം ഞാൻ എനിക്കറിയാവുന്ന ഒരാളെ ഞാൻ കാണിച്ച പുള്ളി പറഞ്ഞു ജസ്റ്റ് ഒന്ന് അയച്ചു കൊടുക്ക്, ഇന്ന റോളിന് വേണ്ടി എനിക്ക് ഇത്രയും മാസത്തെ ഗ്യാപ്പ് ഉണ്ടെന്ന് പറയാൻ പറഞ്ഞു. ആ പുള്ളീനോട് മെയിൽ അയക്കാൻ പറഞ്ഞിട്ട് ഞാൻ 2 ആഴ്ച കഴിഞ്ഞിട്ടാണ് പിന്നെ മെയിൽ അയച്ചത്. മെയിൽ അയച്ചു കഴിഞ്ഞിട്ടും എനിക്ക് കണ്ടിന്യൂസ്ലി ആ കമ്പനിയുടെ സൈറ്റിൽ നിന്ന് ഇങ്ങനെ റിക്വസ്റ്റ് ഓട്ടോമാറ്റിക് ലൈക്ക് മെയിൽ ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക, നിങ്ങൾ അവരുടെ സൈറ്റിലെ കരിയേഴ്സിൽ കയറി ആപ്ലിക്കേഷൻ ലോഗിൻ ചെയ്യും. ഞാനത് സീരിയസ് ആക്കി എടുത്തില്ല. ലാസ്റ്റ് ഈ കൺസൾട്ടൻസിയിൽ ഞാൻ എൻ്റെ റെസ്യൂമെ അയച്ചു കൊടുത്ത പുള്ളി എനിക്ക് വിളിച്ചു, ഈ ഒരു സാറ്റർഡേ ലൈക്ക് ഫസ്റ്റ് ഇൻ്റർവ്യൂ ഉണ്ട്, വിർച്വൽ ഓക്കെ ആണോ? ഞാൻ പറഞ്ഞു ഓക്കെ എന്ന് പറഞ്ഞു. ആ സമയത്ത് എനിക്ക് നല്ല പനി, എക്സ്ട്രീം നല്ല പനി, എനിക്ക് നേരെ നിൽക്കാൻ പോലും വയ്യ. ഞാൻ രാവിലെ ലേറ്റായിട്ട് എഴുന്നേറ്റു, 10 മണിക്ക് എൻ്റെ ഇൻ്റർവ്യൂ, 9:30 ആയപ്പോൾ ഞാനിങ്ങനെ ചിന്തിക്കുന്നു അറ്റൻഡ് ചെയ്യണോ വേണ്ടായോ എന്ന് എനിക്കറിയില്ല, ഞാനിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ലാസ്റ്റ് കിട്ടട്ടെ, ഇല്ലെങ്കിൽ ഓക്കെ വീട് എന്നുള്ള രീതിയിൽ ഞാൻ അറ്റൻഡ് ചെയ്ത സമയത്ത് ഞാൻ കാശുരൂപവും തേനും ഉപ്പും ഇത് 3 എൻ്റെ അടുത്ത് വെച്ചിരുന്നു. ഞാൻ തൈലവും ഞാൻ തേച്ചിട്ടുണ്ടായിരുന്നു. കാശുരൂപം ഞാൻ ആ ഇൻ്റർവ്യൂവറിൻ്റെ നേരെ പുള്ളി കാണാതെ നമുക്ക് വെക്കാൻ പറ്റും, കണ്ടുകൊണ്ട് വെക്കാൻ പറ്റില്ല, അപ്പോൾ കാണാതെ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ആ ഇൻ്റർവ്യൂ പാസ്സായി. ഇൻ്റർവ്യൂ കഴിഞ്ഞപ്പം എന്നോട് ചോദിച്ച ക്വസ്റ്റ്യൻസൊക്കെ എനിക്ക് അറിയാവുന്നത്, പക്ഷേ ഞാൻ പറഞ്ഞത് മൊത്തം തെറ്റാണ്. അത് ഞാൻ എന്നിട്ട് ആ ഒരാഴ്ച എനിക്ക് 1 വീക്ക് ടൈം കിട്ടിയപ്പോൾ ഞാൻ എന്നും ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്, ആ ക്വസ്റ്റ്യൻ എനിക്ക് അറിയാവുന്നത്, പിന്നെ എന്തിനാണ് ഞാൻ അങ്ങനെ തെറ്റായിട്ട് പറഞ്ഞത്. ഓക്കെ കിട്ടത്തില്ലെന്ന് പറഞ്ഞ് വിട്ടു. ഫസ്റ്റ് ഇൻ്റർവ്യൂ സാറ്റർഡേ ഇൻ്റർവ്യൂ കഴിഞ്ഞു. ട്യൂസ്ഡേ വെൻസ്ഡേ എന്നെ പിന്നെയും കൺസൾട്ടൻസിയിൽ നിന്ന് വിളിച്ചു. ഫസ്റ്റ് ഇൻ്റർവ്യൂ ഓക്കെ ആയി. സെക്കൻഡ് ഫേസ് ടു ഫേസ് ആണ്, അത് നെക്സ്റ്റ് സാറ്റർഡേ. ഫേസ് ടു ഫേസ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര പേടിയാണ്. ഞാൻ ഒരു 3.5 ഇയേഴ്സായി ഒരു ഫേസ് ടു ഫേസ് ഇൻ്റർവ്യൂവിന് ഞാൻ പോയിട്ട്. എനിക്കത് എങ്ങനെ അറ്റൻഡ് ചെയ്യണമെന്ന് പോലും എനിക്കറിയത്തില്ല, എൻ്റെ കൈയും കാലും വിറയ്ക്കും. ഞാനപ്പം രണ്ടും കൽപ്പിച്ച് ഓക്കെ ജസ്റ്റ് ആ ഒരു കമ്പനിയുടെ ക്യാമ്പസിൽ എനിക്ക് കാണാൻ പറ്റുമല്ലോ എന്നുള്ളൊരു ആഗ്രഹത്തിൽ ഞാൻ പോയി. കാരണം അത്രയ്ക്ക് ലൈക്ക് ഇന്ത്യയിലൊരു MNC ആണ്, അപ്പോൾ എനിക്ക് അവിടെ കാണാൻ പറ്റുമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇൻ്റർവ്യൂവിന് പോയ സമയത്ത് ഞാനിവിടെ അപ്പോഴും സാക്ഷ്യങ്ങൾ കേൾക്കും. എന്നെ എപ്പോഴും ലൈക്ക് എന്നെ സപ്പോർട്ട് ചെയ്തിരുന്ന ഇവിടുത്തെ സാക്ഷ്യങ്ങളായിരിക്കും. ഓരോരുത്തരും വന്ന് പറയാറുണ്ട്, ലൈക്ക് കുറേ പേര് പറഞ്ഞിട്ടുണ്ട് ഈ ടേബിളിൽ ഉപ്പിട്ടു പ്രാർത്ഥിച്ചു എന്നൊക്കെ. അപ്പോൾ ഞാൻ മോർണിംഗ് 9 പോയി നോക്കിയപ്പോഴത്തേക്കും ഒരു ജാതിക്കുള്ള ആൾക്കാരുണ്ട് അവിടെ, ലൈക്ക് മോർ ദാൻ 200 പീപ്പിൾ എന്തായാലും അവിടെ ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞു എൻ്റെ മാതാവേ ഇത് എനിക്ക് കിട്ടാനൊന്നും പോകുന്നില്ല, എനിക്ക് പക്ഷേ പേടിയാണ്, എൻ്റെ കൂട്ടത്തിൽ കാണണമെന്ന് മാത്രം ഞാൻ ചോദിച്ചു. അപ്പം മാതാവിനോട് ലൈക്ക് അവിടെ കമ്പനിക്കകത്ത് കയറണമെങ്കിൽ നമുക്കൊരു വിസിറ്റർ കാർഡ് കിട്ടും. ഞാൻ ഇവരുടെ സൈറ്റിൽ ആ കമ്പനിയുടെ കരിയർ സൈറ്റിൽ ലോഗിൻ ചെയ്ത് പാസ്വേഡ് യൂസർ നെയിം പാസ്വേഡ് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ആൽഫബറ്റ്സ് സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് ഈ ഡിജിറ്റ്സ് എല്ലാം വേണം. ഞാൻ ഏത് ഡിജിറ്റ്സ് ആണോ എൻ്റർ ചെയ്ത് ആ സെയിം
ഡിജിറ്റ്സ് ആണ് എൻ്റെ വിസിറ്റർ കാർഡിൽ എനിക്ക് പ്രിൻറ്റ് ചെയ്ത് കിട്ടിയത്. അത് ലൈക്ക് ബാക്കിയുള്ളവരോട് പറഞ്ഞാൽ വിശ്വസിക്കുമോ എന്നറിയത്തില്ല, പക്ഷേ എനിക്കത് ഭയങ്കര ഷോക്കിംഗ് ആയി. ഞാൻ ആ കമ്പനിയുടെ ലോഗിൻ ചെയ്ത അതേ പാസ്വേഡിൽ തന്നെ എനിക്ക് അവിടുത്തെ വിസിറ്റർ കാർഡ് കിട്ടി. ഞാൻ അറ്റൻഡ് ചെയ്യാനകത്ത് കയറി. അറ്റൻഡ് ചെയ്യാൻ എന്നെ 4 മണിക്കാണ് വൈകുന്നേരം വിളിച്ചത്. അതിന് മുമ്പേ വരുന്നവരൊക്കെ ലൈക്ക് പറയുന്നുണ്ട് ടഫായിട്ടുള്ള ക്വസ്റ്റ്യനാണ്. അവർ പറയുന്ന ക്വസ്റ്റ്യൻ ഞാൻ കേട്ടിട്ട് കൂടിയില്ല, എനിക്കറിയില്ല, അതിന് എനിക്ക് ആൻസർ ഇല്ല, എനിക്ക് പഠിക്കണമെന്ന് പോലും എനിക്ക് തോന്നിയിട്ടില്ല. ആ സമയം ഫുൾ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എൻ്റെ ഇൻ്റർവ്യൂവർ വന്നു, എന്നെ വിളിച്ചുകൊണ്ട് പോയി അകത്തോട്ട്. പുള്ളി ഭയങ്കര ചിരിച്ചുകൊണ്ടാണ് എന്നെ ലൈക്ക് വെൽക്കം ചെയ്തത്. അപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞു ജസ്റ്റ് 1 മിനിറ്റ് ഒന്ന് തരുമോ, ഞാനൊന്ന് പോയിട്ട് വരാം, വെളിയിൽ നിന്ന് പറഞ്ഞു. ആ ടൈമിൽ ഞാൻ അകത്ത് കയറിയപ്പോൾ ഞാൻ ആകെ വിഷമിച്ച ഇത്രേ ഉള്ളൂ, മാതാവേ ഞാൻ എവിടെ ഉപ്പിടും, ഈ പുള്ളിയുടെ ഫ്രണ്ട് വെച്ച് എനിക്ക് ഉപ്പിടാൻ പറ്റില്ല. കാരണം അങ്ങനെ ഒരു കമ്പനിയിൽ ഇൻ്റർവ്യൂവിന് കയറുമ്പോൾ അവർ ഭയങ്കര ഹൈ സെക്യൂരിറ്റി ആയിരിക്കും, എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. പെട്ടെന്ന് പുള്ളി എന്നോട് ഇൻ്റർവ്യൂ ചെയ്ത് തുടങ്ങുന്നതിന് മുമ്പ് എന്നോട് പറഞ്ഞു ലൈക്ക് 1 മിനിറ്റ് എനിക്കൊന്ന് ടൈം താ, ഞാൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞു. ആ സമയത്ത് ഞാൻ പ്രാർത്ഥിച്ച് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി ഞാൻ ടേബിളിൽ ഉപ്പിട്ട് ഞാൻ തൈലം നാവേ പുരട്ടിയാണ് ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തത്. അതിൽ എനിക്ക് 2 ക്വസ്റ്റ്യനേ അറിയാത്തുള്ളൂ. ആ 2 ക്വസ്റ്റ്യനും എനിക്കറിയില്ല. ഞാനത് പക്ഷേ പുള്ളിക്ക് അതിൻ്റെ ആൻസർ പറഞ്ഞു കൊടുത്തു, ഞാനത് സോൾവ് ചെയ്ത് കാണിക്കുകയും ചെയ്തു. അത് കഴിഞ്ഞ് എനിക്ക് HR റൗണ്ട് ഉണ്ടായിരുന്നു. HR റൗണ്ട് കഴിഞ്ഞ് വേറൊരു HR ഡിസ്കഷൻ എന്ന് പറഞ്ഞ റൗണ്ട് ഉണ്ട്. അതിനെന്നെ ഒരു HR വിളിച്ചിരുന്നു 2 ഡേയ്സ് കഴിഞ്ഞ്. എൻ്റെ ഈ സെക്കൻഡ് റൗണ്ട് കഴിഞ്ഞിട്ടും എന്നെ വിളിച്ചിരുന്നു. ഞാനപ്പോൾ അവിടെ ചെന്ന് ലൈക്ക് കോൾ അറ്റൻഡ് ചെയ്തു. അപ്പോൾ എന്നെ വിളിക്കാമെന്ന് പറഞ്ഞിട്ട് പിന്നെ എനിക്ക് റെസ്പോൺസ് ഒന്നുമില്ല. അപ്പോൾ എനിക്ക് പേടിയായിപ്പോയി, മാതാവ് ഇത്രയും എത്തിച്ചിട്ട് ഇനി എന്താ ബാക്കി എനിക്ക് ഇത്രയും ഡിലേ വരുത്തുന്നതെന്നുള്ളൊരു പേടിയായിപ്പോയി. ജോലിയില്ല, എൻ്റെ ഹസ്ബൻഡ് ജോലി ചെയ്ത് നിർത്തി വരിക, ഞങ്ങൾക്കൊരു വഴി കാണിച്ചേണേന്ന് പറഞ്ഞു. അപ്പം ഞാൻ എനിക്ക് ആ HR കോൺടാക്ട് ചെയ്യാൻ നോക്കിയിട്ട് HR കോൾ എടുക്കില്ല, മെയിൽ അയച്ചാൽ റിപ്ലൈ ഇല്ല, ടെക്സ്റ്റ് മെസ്സേജ് ഇല്ല, ഒന്നുമില്ല. ഞാൻ മാതാവിനോട് മാതാവേ എനിക്ക് സഞ്ചാരി മാതാവ് കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് അതിനൊരു അടയാളം കാണിച്ചു തരണം. ഞാൻ പിന്നെയും ഇങ്ങനെ മെയിൽ അയച്ചുകൊണ്ടിരിക്കുക, അല്ലാതെ HR പേര് ഞാൻ ശ്രദ്ധിക്കുന്നില്ല. പിന്നെ ഞാൻ ജസ്റ്റ് ഒന്നുകൂടെ ഒന്ന് മെയിൽ അയക്കാൻ ഇങ്ങനെ നോക്കിയപ്പോൾ എൻ്റെ HR പേര് S. കാർമൽ മേരി എന്നാണ്. അപ്പോൾ എനിക്ക് ഉറപ്പാണ് ഇത് ഡിലേ ആയാലും എനിക്ക് എന്തായാലും ഇത് കിട്ടും, കാരണം HR എന്നെ വിളിക്കും. വെരി നെക്സ്റ്റ് വീക്ക് തന്നെ ഞാനിങ്ങനെ ഒരു സാക്ഷി കേട്ടുകൊണ്ടിരുന്നതിൻ്റെ ഇടയ്ക്ക് എൻ്റെ കൺസൾട്ടൻസിന്ന് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു അവർ ലീവ് ആയതുകൊണ്ട് അവർ അറ്റൻഡ് ചെയ്യാവുന്നത്, HR നാളെ എന്തായാലും വിളിക്കുമെന്ന്. പിറ്റേത് മോർണിംഗ് HR വിളിച്ചു. HR എന്നോട് നല്ല വെൽ ബിഹേവായിട്ട് സംസാരിച്ചു. പുള്ളിക്കാരി ചെന്നൈ വർക്ക് ചെയ്യുന്ന ആളാണ്, സൈക്ലോൺ ആയതുകൊണ്ടാണ് കോൺടാക്ട് ചെയ്യാത്തതെന്ന് പറഞ്ഞു. അങ്ങനെ HR റൗണ്ടും കഴിഞ്ഞു. എനിക്ക് ലാസ്റ്റിൽ എൻ്റെ ഓഫർ ലെറ്റർ കിട്ടിയപ്പോൾ ഞാൻ ആഗ്രഹിച്ച ഒറ്റൊരു കാര്യമുള്ളൂ, ഇവിടെ വന്ന് മാതാവിനോട് പറഞ്ഞിട്ടല്ലാതെ ഒരു മനുഷ്യരോട് എനിക്ക് പറയാൻ പറ്റില്ല ഇത്. പക്ഷേ ഞാൻ ഹൈദരാബാദിലായത് കാരണം ഞാൻ അവിടുത്തെ ഒരു പള്ളിയിലെ മാതാവിൻ്റെ രൂപത്തിൽ കൊണ്ട് എൻ്റെ ഓഫർ ലെറ്റർ കാണിച്ചിട്ടാണ് എനിക്ക് കുറച്ച് അറ്റാച്ച്ഡ് ആയിട്ടുള്ളവരുണ്ടായിരുന്നു, ഒരു 6 to 7 പീപ്പിൾ. അവരെനിക്ക് വേണ്ടി ഒരുപാട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. അപ്പോൾ അവരോട് മാത്രം പറഞ്ഞു. ഇന്ന് ഈ നിമിഷം ഇവിടെ വന്നാണ് ഞാൻ പിന്നെ പറയുന്നത്. എൻ്റെ വീട്ടിലെ എൻ്റെ കൂട്ടത്തിൽ വന്ന് വേറെ ആർക്കും അറിയില്ല എനിക്കൊരു കമ്പനിയിൽ ജോയിൻഡ് ആയി. ഞാൻ 29th ജോയിൻഡ് ആകാൻ പോവാണ്. എനിക്കറിയില്ല ഞാൻ എങ്ങനെ സന്തോഷം. ഞാൻ ആഗ്രഹിക്കാത്ത രീതിയിൽ എനിക്കൊരു മാതാവ് എനിക്ക് ജോലി തന്നത്. കാരണം ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചില്ല. ഞാൻ ഒരു തവണ മാത്രം മാതാവിനോട് പറഞ്ഞു, മാതാവെ ഞാൻ സാധാ ഒരു കമ്പനിയാണ് ചോദിക്കുന്നത്, അല്ലാതെ ഈ ഒരു കമ്പനി നല്ലെന്ന് ഈ കമ്പനിയുടെ പേര് വരെ പറഞ്ഞ് ഞാൻ മാതാവിനോട് ഞാൻ കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട്. ഇന്നിപ്പം ഈ 29th ഞാൻ അവിടെ ജോയിൻ ചെയ്യാൻ പോകണം. കംപ്ലയിൻറ്റ് പറഞ്ഞ കമ്പനിയിൽ തന്നെ എനിക്ക് ജോയിൻ ചെയ്യാൻ മാതാവ് എനിക്ക് അനുഗ്രഹം തന്നു. പിന്നെ എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പത്രം കൊണ്ട് കൊടുക്കും. അപ്പോൾ ആദ്യമൊക്കെ ഞാൻ പത്രം കൊടുക്കുമ്പോൾ ഭയങ്കര എനിക്ക് നാണക്കേടായി. റിജക്ഷൻ ഒത്തിരി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഹസ്ബൻഡാണ് പറഞ്ഞത്, സാക്ഷ്യങ്ങൾ കേൾക്കാറില്ലേ, റിജക്ഷൻ എപ്പോഴും വരും, അത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും കൊടുത്തുകൊണ്ടിരിക്കണമെന്ന്. എനിക്കൊരു വെൽ സപ്പോർട്ടായിരുന്നു പുള്ളി. അപ്പം റിജക്ഷൻ വന്നുകൊണ്ടിരിക്കും, ഞാൻ കൊടുത്തുകൊണ്ടിരിക്കും. നേരത്തെയൊക്കെ ഞാൻ ജസ്റ്റ് ആരെങ്കിലും എനിക്കൊരാൾ കൂട്ട് വേണം പത്രം കൊണ്ട് കൊടുക്കാൻ. ഇപ്പം എനിക്ക് അങ്ങനെ കൂട്ടിൻ്റെ ആവശ്യമില്ല. ഞാൻ എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ സ്കൂട്ടറിൽ പോകുന്ന വഴിയിൽ ആരെ കണ്ടാലും നിർത്തി ചോദിച്ചാൽ കൊടുക്കുന്നത്. അപ്പം അവരോട് ഞാൻ പറഞ്ഞിട്ടും കൂടെ കൊടുക്കുന്ന അത് കഴിഞ്ഞ് പിന്നെ ഞാൻ തനിച്ചു പോകാൻ തുടങ്ങിയ പിന്നെ ആൾക്കാർ വേണ്ടാന്ന് പറയുന്നത് പോലും ഇല്ല. അവർ പറയും ഇപ്പം ഞങ്ങൾ വേറൊരു വഴിക്ക് പോവുക എന്നുള്ള രീതി ചിരിച്ചുകൊണ്ട് പറയല്ലാതെ ഇന്നേ വരെ ഹാഷായിട്ട് പിന്നീട് എന്നോട് ആൾക്കാർ പെരുമാറിയിട്ടില്ല. പിന്നെ കാരുണ്യപ്രവർത്തനം വെച്ചാൽ ഞങ്ങളുടെ സാലറിയിൽ ഞങ്ങൾക്ക് 2 പേർക്കും ജോലി ഉണ്ടായിരുന്നപ്പോഴും എൻ്റെ ഹസ്ബൻഡ് മാത്രം ജോലി ഉണ്ടായിരുന്ന സമയത്തൊക്കെ ഞങ്ങളുടെ സാലറിയിൽ നിന്ന് ഞങ്ങൾ ഇത്ര % ആൾക്കാർക്ക് ആവശ്യമുള്ളവർക്ക് ഡെഫിനറ്റ്ലി കൊടുക്കാറുണ്ട്. ഞങ്ങൾ പ്രാർത്ഥിക്കാറുണ്ട്. ഞങ്ങളുടെ തന്നെ ജോലിയില്ലാത്ത എനിക്ക് ജോലിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ച സമയത്ത് എൻ്റെ കൂട്ടത്തിൽ തന്നെ ജോലിയില്ലാത്ത എൻ്റെ ഫ്രണ്ട്സ് ഉണ്ട്, കൊളീഗ്സ് ഉണ്ട്, എനിക്ക് അറിയാവുന്നവരുണ്ട്, അവർക്കൊക്കെ വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഒരുപാട് പേര് എന്നെ വിളിച്ച് പ്രാർത്ഥിക്കാൻ എനിക്കിപ്പോൾ പറയുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. എനിക്ക് എല്ലാവരോടും എനിക്ക് മാതാവിനെ പറ്റി പറയാൻ പറ്റും. മാതാവ് നോക്കിക്കോളൂ, അല്ലെങ്കിൽ മാതാവ് ശരിയാക്കിക്കോളൂ, നിങ്ങൾ വറി ആവണ്ടെന്ന് എനിക്ക് പറയാൻ പറ്റും. ഇത്രയും എനിക്കിങ്ങനെ പറയാൻ പറ്റിയത് പോലും അമ്മ മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ടാണ്. ഇത്രയും അനുഗ്രഹം തന്ന അമ്മ മാതാവിനും ആദ്യമായിട്ട് ഇങ്ങനെ ഒരു ആൾത്താരയുടെ മുമ്പിൽ, കൃപാസന മാതാവിൻ്റെ മുമ്പിൽ ആയിരക്കണക്കിന് സാക്ഷ്യങ്ങൾ പറഞ്ഞ ഈ ഒരു വേദിയിൽ എൻ്റെ ഒരു സാക്ഷ്യം പറയാൻ ലഭിച്ച കൃപയ്ക്ക് വേണ്ടി ദൈവത്തിന് നന്ദി പറയുന്നു. പരിശുദ്ധ മാതാവിനും നന്ദി പറയുന്നു. ഈശോയ്ക്ക് നന്ദി പറയുന്നു. ഞങ്ങൾ വരുന്നത് ചെന്നൈയിൽ നിന്നാണ്.
ചെന്നൈയിൽ. എൻ്റെ പേര് തോമസ്, ഇത് എൻ്റെ ഭാര്യ ലിസിയാണ്. ഞങ്ങൾക്ക് പറയാനുള്ള സാക്ഷ്യം എന്ന് പറയുന്നത്, ഞങ്ങൾ കൃപാസന മാതാവിനെ പറ്റിയും അതുപോലെ തന്നെ ഇവിടെ സംഭവിക്കുന്ന അനേകം അത്ഭുതങ്ങളെ പറ്റിയും നിറയെ യൂട്യൂബിൽ കേട്ടിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾക്കുണ്ടായ ഒരു അനുഭവം തീർച്ചയായിട്ടും ഞങ്ങളെ സംബന്ധിച്ചോളം വളരെ വ്യത്യസ്തമായ ഒരു അനുഭവമായിരുന്നു. ഞങ്ങൾ ചെയ്യുന്നത് കോൺട്രാക്റ്റ് ബിസിനസ്സാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബിൽഡിങ്ങുകളുടെ അകത്ത് വരുന്ന സർവീസസ് വർക്കുകൾ കോൺട്രാക്റ്റ് എടുത്ത് ചെയ്യുന്ന ജോലിയാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് ചെന്നൈയിൽ നിന്ന് ഞങ്ങൾ മധുരയ്ക്ക് വരികയും അവിടെ ഒരു കോൺട്രാക്റ്റ് എടുക്കുകയും ചെയ്തു. സാധാരണഗതിയിൽ നമുക്ക് വന്ന് പേയ്മെൻറ്റുകൾ അവർ വന്നിട്ട് പാർട്ട് പേയ്മെൻറ്റുകളായിട്ട് അല്ലെങ്കിൽ റണ്ണിങ് ബിൽ എന്ന് പറയും, അതുപോലെയാണ് തന്നുകൊണ്ടിരുന്നത്. പ്രോജക്റ്റ് തീരുന്ന സമയമായപ്പോഴത്തേക്കും പേയ്മെൻറ്റുകൾ അവരുടെ ഭാഗത്തു നിന്ന് വലിയ ഡിലേ ആയി. അവർക്കാണെങ്കിൽ അവരുടെ പ്രോജക്റ്റ് തീർത്തു കൊടുക്കണം എന്നുള്ള ഒരു കാര്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പ്രോജക്റ്റ് തീരുകയും നമ്മളോട് തരാനുള്ള പൈസ അവിടെ തന്നെ നിന്നു പോവുകയും ചെയ്തു. അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പ്രശ്നമായിരുന്നു. കാരണം മുന്നോട്ടുള്ള പ്രോജക്റ്റുകൾക്കെല്ലാം ഇത് ബാധിക്കുമായിരുന്നു. ഫണ്ടിൻ്റെ ഒരു പ്രശ്നം ഒരു വലിയ പ്രശ്നമായിട്ട് തന്നെ ഇരുന്നു. അങ്ങനെ ഇരിക്കുന്ന അവസ്ഥയിലാണ് ഞങ്ങൾ വന്നിട്ട് കൃപാസന മാതാവിനെ പറ്റി കേൾക്കുന്നതും ഓൺലൈനായിട്ട് തന്നെ ചെന്നൈയിൽ നിന്ന് ഞങ്ങൾ വന്നിട്ട് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കാൻ തുടങ്ങി. 3 മാസം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ നേരിട്ട് ഇവിടെ വരികയും ഇവിടുന്ന് വന്ന് തീർത്ഥാടന ഉടമ്പടി എടുക്കുകയും മാതാവിനോട് പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്തു. അതിനുശേഷം ഇവിടുന്ന് ഉടമ്പടി എടുത്ത് ഏകദേശം 1 മാസത്തിനകം, ഏകദേശം 1 വർഷമായിട്ട് ഞങ്ങൾ വന്നിട്ട് ഈ പൈസയ്ക്ക് വേണ്ടി വളരെ പറ്റുന്ന രീതിയിൽ ശ്രമിച്ചുവെങ്കിലും ഇവിടുന്ന് ഉടമ്പടി എടുത്ത് ഏകദേശം 1 മാസത്തിനകത്ത് തന്നെ വളരെ ചുരുങ്ങിയ സമയങ്ങളോട് തന്നെ ഞങ്ങൾക്ക് വന്ന് ക്ലയൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഒരു ഫോൺ വരികയും അവിടുന്ന് ഞങ്ങളെ ഒരു ഡിസ്കഷന് വിളിക്കുകയും ചെയ്തു. ആ ഡിസ്കഷൻ നമ്മൾ ഉടനെ പോവുകയും അവിടുന്ന് വന്നിട്ട് അനുകൂലമായ ഒരു മറുപടി തരികയും ചെയ്തു. കുറച്ച് ദിവസങ്ങൾക്ക് തന്നെ ഞങ്ങൾക്ക് തരാനുള്ള പൈസ മുഴുവൻ അവർ വന്ന് നമ്മുടെ ബാങ്കിലേക്ക് ക്രെഡിറ്റ് ചെയ്യുകയും ചെയ്തു. ഇത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു അനുഗ്രഹമായിരുന്നു. അതുപോലെ തന്നെ അടുത്തൊരു സാക്ഷി എന്ന് പറയുന്നത്, ഏകദേശം ഒരു 4-5 മാസങ്ങൾ മുമ്പ് ഞങ്ങൾക്ക് GST എന്നൊരു നോട്ടീസ് വന്നിരുന്നു. ഈ നോട്ടീസിൽ വലിയൊരു തുകയായിരുന്നു പറഞ്ഞിരുന്നത്. അതിന് നമ്മൾ റിപ്ലൈ ഒക്കെ കൊടുത്തിരുന്നു. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കാൻ വന്ന സമയത്ത് ഈ ഒരു നിയോഗമായിട്ട് വെച്ചിരുന്നു, ഈ GST പ്രശ്നത്തിൽ നിന്ന് അതിനുള്ള കാര്യങ്ങളൊന്ന് കുറച്ചൊന്ന് ലഘൂകരിച്ച് തരണമെന്നത്. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം തന്നെ നമുക്ക് ആ GST അവർ പറയുന്ന എമൗണ്ടിൽ വളരെ ചെറിയ ഒരു എമൗണ്ടായിട്ട് ഏകദേശം 50% ആ എമൗണ്ട് കുറയ്ക്കുകയും ഞങ്ങൾക്ക് അതിനനുസരിച്ച് ഒരു സെറ്റിൽമെൻറ്റ് വരികയും ചെയ്തു. മൂന്നാമത്തെ ഒരു കാര്യം എൻ്റെ വൈഫിനാണ് പറയാനുള്ളത്. അവളുടെ കണ്ണിന് ഒരു തിമിരം വരികയും അതിന് ഡോക്ടറെ അടുത്ത് പോവുകയും അതിനെ സംബന്ധിച്ചുള്ള കാര്യമാണ്. അത് അവൾ തന്നെ പറയും. ആദ്യമായി ദൈവമാതാവിനും ഈശോയ്ക്കും 1000 നന്ദി. എനിക്ക് മാതാവ് ചെയ്യുന്ന ഒരു വലിയ അനുഗ്രഹത്തെപ്പറ്റി പറയാനാണ് ഞാൻ പോകുന്നത്. ഒരു ദിവസം പെട്ടെന്ന് എൻ്റെ വലത് കണ്ണിൻ്റെ കാഴ്ച നന്നായി മങ്ങിപ്പോവുകയും വായിക്കാൻ പറ്റുന്നില്ല, ശരിക്കും കാണാൻ പോലും പറ്റാത്തൊരവസ്ഥയായിപ്പോയി. അപ്പോൾ ഞങ്ങൾ പോയി ഒരു കണ്ണിൻ്റെ ഡോക്ടറെ കണ്ട് ചെക്കപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു കണ്ണിനകത്ത് തിമിരമാണ്, അതുകൊണ്ടാണ് കാഴ്ച കുറഞ്ഞു പോയത്, അതിൻ്റെ ഓപ്പറേഷൻ ചെയ്യണം. ഇപ്പം ഞാൻ കണ്ണാടിക്ക് എഴുതി തരാം, ഇപ്പോൾ കണ്ണാടി വയ്ക്കുക, 6 മാസം കഴിഞ്ഞ് വന്ന് ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിൽ പോന്നു. അതിനുശേഷം 1 മാസം കഴിഞ്ഞാണ് ഞങ്ങളിവിടെ വന്ന് ഈ ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടി എടുത്തതിന് ശേഷം വൈകുന്നേരം ഉടമ്പടി പ്രാർത്ഥന ചൊല്ലിക്കഴിഞ്ഞ് ആ വിശുദ്ധ ഉടമ്പടി തൈലം കൊണ്ട് കുരിശ് വരയ്ക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ ഈ കൺപോളകളിൽ ആ തൈലം വെച്ച് കുരിശ് വരച്ച് ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു. ഇത് ഓപ്പറേഷൻ കൂടാതെ ഇതൊന്ന് മാറ്റിത്തരണമേ എന്ന് ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ 3 ദിവസം ഞാൻ ആ തൈലം പുരട്ടി. അത് കഴിഞ്ഞപ്പോൾ എൻ്റെ ആ കണ്ണിൽ കൂടി പെട്ടെന്ന് വെള്ളം വരാൻ തുടങ്ങി. 1-2 ദിവസം ശ്രദ്ധിച്ചു. അത് കഴിഞ്ഞപ്പോൾ അത് കൂടി വന്ന് നോൺ സ്റ്റോപ്പായിട്ട് വെള്ളം ഇങ്ങനെ വന്നുകൊണ്ടേയിരുന്നു. അപ്പോൾ ഞങ്ങൾ വീണ്ടും ഡോക്ടറെ കാണാൻ പോയി. അവിടെ ചെന്നപ്പോൾ ആ ഡോക്ടറെ കിട്ടിയില്ല. അതിനേക്കാൾ സീനിയറായ ഡോക്ടർ അവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തെ കാണിച്ചു. അപ്പോൾ ചെക്കപ്പൊക്കെ ചെയ്തിട്ട് പറഞ്ഞു കണ്ണിൽ ചെറിയൊരു ഇൻഫെക്ഷനാണ്, അതിന് ഡ്രോപ്സ് ഒഴിച്ചാൽ മതി എന്നും പറഞ്ഞ് ഡ്രോപ്സിന് എഴുതി തന്നു. അപ്പോൾ ഞാൻ ഡോക്ടറോട് ചോദിച്ചു, ഡോക്ടർ എൻ്റെ കണ്ണിൽ തിമിരം ഉണ്ടോ? അപ്പോൾ ഡോക്ടർ പറഞ്ഞില്ല, തിമിരത്തിൻ്റെ ഒന്നും കാണുന്നില്ല, വിഷനൊക്കെ നോർമലാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇനി 1 ആഴ്ച കഴിഞ്ഞ് വന്ന് കാണിക്കാൻ പറഞ്ഞു. അപ്പോൾ എനിക്ക് ആകെ കൺഫ്യൂഷനായി. അന്ന് ഡോക്ടർ പറഞ്ഞു ഇതിന് കുഴപ്പമുണ്ടെന്ന്, ഇപ്പോൾ ഡോക്ടർ പറയുന്നത് കുഴപ്പമില്ല എന്ന്. ഞാൻ വിചാരിച്ചു ഏതായാലും 1 ആഴ്ച കഴിഞ്ഞ് വീണ്ടും ചെക്കപ്പിന് പോകണമല്ലോ. അപ്പോൾ 1 ആഴ്ച കഴിഞ്ഞ് പോയി ഒന്നുകൂടെ ഡോക്ടറോട് ചോദിക്കാമെന്ന് കരുതി. പിന്നെ വീണ്ടും ചെന്ന് ചെക്കപ്പ് ചെയ്തു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു കണ്ണിനിപ്പോൾ കുഴപ്പമൊന്നുമില്ല, എല്ലാം ഓക്കെ ആയെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഡോക്ടറോട് ചോദിച്ചു, ഡോക്ടറെ എനിക്കൊരു കാര്യം പറയാനുണ്ട്, തെറ്റാണെങ്കിൽ എന്നോട് ക്ഷമിക്കണം, എൻ്റെ കണ്ണിൽ തിമിരം ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇല്ല, തിമിരമൊന്നും കാണുന്നില്ല, കണ്ണെല്ലാം നോർമലാണെന്ന് പറഞ്ഞു.
അപ്പം ഞാൻ പറഞ്ഞു കഴിഞ്ഞ മാസം ചെക്കപ്പ് ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇങ്ങനെ കുഴപ്പമുണ്ട്, അതിന് ഓപ്പറേഷൻ ചെയ്യണമെന്നാണ് പറഞ്ഞത്, അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ചോദിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ശരിയെങ്കിൽ ഞാൻ ഒന്നുകൂടെ ചെക്കപ്പ് ചെയ്യാമെന്നും പറഞ്ഞ് മെഷീനൊക്കെ എടുത്ത് വെച്ച് വീണ്ടും ചെക്കപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എൻ്റെ കണ്ണിന് ഒരു കുഴപ്പവുമില്ല. ഡോക്ടർ പറഞ്ഞു കണ്ണിലൊരു കുഴപ്പവുമില്ല, ഒരു മരുന്നിൻ്റെ ഓപ്പറേഷൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞു. അത് ദൈവമാതാവിൻ്റെ ഒരു വലിയൊരു അത്ഭുതമായിട്ടാണ് ഞാൻ കാണുന്നത്. അതിന് അമ്മയ്ക്ക് 1000 നന്ദി. അതുകൂടാതെ എനിക്ക് മറ്റൊന്ന് പറയാനുള്ളത്, ഞാൻ ഈ ചൊവ്വാഴ്ച ദിവസങ്ങളിലെ ഉടമ്പടി ധ്യാനം എല്ലാ ആഴ്ചയിലും ഓൺലൈനായിട്ട് കൂടുന്നൊരു വ്യക്തിയാണ്. അപ്പോൾ ഒരു ദിവസം ഇങ്ങനെ ധ്യാനം കഴിഞ്ഞ് അച്ഛൻ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചു. പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു, നീ ആരുടെയെങ്കിലും എന്തെങ്കിലും കാര്യം വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് മൗനമായിരുന്നു പ്രാർത്ഥിക്കാം. ഈ സമയം മാതാവും ഈശോയും ഈ ആൾത്താരിൽ എഴുന്നള്ളി നിൽക്കുന്ന സമയമാണ്, അതുകൊണ്ട് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ഇപ്പം മാതാവിനോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾക്കൊരു സ്ഥലത്ത് നിന്ന്, ഈ പണി ചെയ്ത് കൊടുത്ത ഒരു സ്ഥലത്ത് നിന്നും ഒരു 10 ലക്ഷം രൂപ കിട്ടാനുണ്ടായിരുന്നു. അത് 5-8 മാസങ്ങളായ പൈസയായിരുന്നു. അപ്പോൾ അന്ന് ഞാൻ ഇങ്ങനെ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവേ, ഞാൻ ഈ ധ്യാനത്തിൽ പങ്കെടുത്തത് മാതാവ് കണ്ടിട്ടുണ്ടെങ്കിൽ, എൻ്റെ ഈ പ്രാർത്ഥന മാതാവ് കേൾക്കുന്നുണ്ടെങ്കിൽ, മാതാവ് സഞ്ചാരി മാതാവാണല്ലോ, ഈ നിമിഷം മാതാവ് ആ ഓണറുടെ അടുത്ത് കടന്നു ചെന്ന് ഞങ്ങൾക്ക് ഈ പൈസ ഇന്ന് തന്നെ വാങ്ങിത്തരണം, ഇന്ന് വൈകുന്നേരത്തിന് മുൻപായി അവിടുന്ന് ഒരു ഫോൺ ഞങ്ങൾക്ക് വരണം. ഞാൻ മാതാവിനോട് ഇങ്ങനെ പ്രാർത്ഥിച്ചു. അങ്ങനെ 1:45 ധ്യാനം കഴിഞ്ഞു. അതിനുശേഷം 4 മണിയായപ്പോൾ അവിടെ നിന്ന് എൻ്റെ ഹസ്ബൻഡിന് ഫോൺ വന്നു, നിങ്ങൾ ഫ്രീ ആണെങ്കിൽ 1/2 മണിക്കൂറിനുള്ളിൽ എൻ്റെ ഓഫീസിൽ വരാമോ എന്ന് ചോദിച്ചു. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് അവിടെ ചെന്നപ്പോൾ ആ ഓണർ ഈ പൈസയുമായിട്ട് വെയിറ്റ് ചെയ്യുകയായിരുന്നു. അപ്പോൾ തന്നെ ആ പൈസ മുഴുവനായും തന്ന് ഞങ്ങളെ മാതാവ് അനുഗ്രഹിച്ചു. ഇത് സഞ്ചാരി മാതാവ് ചെയ്ത ഒരു വലിയ അത്ഭുതമായിട്ടാണ് ഞാൻ കരുതുന്നത്. ഇതിനായി അമ്മയ്ക്കും ഉണ്ണീശോയ്ക്കും 1000 നന്ദി. അടുത്തതായിട്ട് പറയാനുള്ളത് ഞങ്ങളുടെ പ്രേക്ഷിത ജീവിതം, ഇവിടുന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം ഞങ്ങൾ എന്തൊക്കെ ചെയ്തെന്നുള്ള കാര്യം. ഞങ്ങൾ ചെന്നൈ ജീവിക്കുന്നതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇവിടുന്ന് കൊണ്ടുപോകുന്ന കൃപാസന പത്രം വന്നിട്ട് 3 ലാംഗ്വേജിലാണ് ഞങ്ങൾ മേടിക്കാറ്. ഇംഗ്ലീഷും മേടിക്കും, തമിഴും മേടിക്കും, മലയാളം മേടിക്കും. ഇത് ഞങ്ങൾ എന്ത് ചെയ്യുക വെച്ചിട്ടുണ്ടെങ്കിൽ, ഇംഗ്ലീഷ് സംസാരിക്കുന്ന ആൾക്കാർക്ക് ഇംഗ്ലീഷിലുള്ള ഇത് കൊടുക്കും, അതുപോലെ തന്നെ തമിഴും മലയാളം സംസാരിക്കുന്നവർക്ക് അത് ആ രീതിയിൽ കൊടുക്കും. ഞങ്ങൾ ഇവിടുന്ന് കൊണ്ടുപോയതിന് ശേഷം പത്രം തീർന്നു പോകുമ്പോൾ ഞങ്ങൾ പോസ്റ്റൽ വഴി പത്രം മേടിക്കുകയും അവിടെ വിതരണം ചെയ്യുകയും ചെയ്യും. അതുപോലെ തന്നെ ഞങ്ങൾ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുമ്പോൾ അനാഥ ഇല്ലങ്ങൾ നമ്മൾ അവിടെ ഉണ്ട്. 2-3 അനാഥ ഇല്ലങ്ങളായിട്ട് ഇപ്പോൾ സ്ഥിരമായിട്ടുള്ള കോൺടാക്റ്റ് ഉണ്ട്. അവർക്ക് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അവരെ സഹായിക്കുന്നുണ്ട്. മറ്റൊരു പ്രധാന വ്യത്യാസം എന്ന് പറയുന്നത് ഞങ്ങളുടെ ജീവിതത്തിൽ വന്നൊരു കാര്യമാണ്. ഇവിടെ കൃപാസന പ്രാർത്ഥന ആരംഭിച്ചതിന് ശേഷം കറക്റ്റായിട്ട് ജപമാല ചൊല്ലാനും ഒരു ദിവസം പോലും വിടാതെ പ്രാർത്ഥിക്കുവാനും, പ്രത്യേകിച്ച് ബൈബിൾ പാരായണം, ബൈബിൾ വായിക്കുന്നതിൽ ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്ന ബൈബിളിനെ പറ്റി എനിക്ക് നല്ലോണം എല്ലാം അറിയാമെന്നായിരുന്നു. പക്ഷേ ഇവിടുന്ന് ബൈബിൾ കണ്ടിന്യൂസ് ആയിട്ട് വായിക്കാൻ തുടങ്ങിയ ശേഷം മനസ്സിലായി നമുക്ക് അറിയാത്ത പല കാര്യങ്ങളും ബൈബിളിൽ നിന്ന് പഠിക്കാനോ അതുപോലെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ബൈബിൾ വായിക്കാനുള്ള ഒരു പ്രചോദനം ഇവിടുന്ന് കിട്ടി. ദൈവത്തിന് 1000 നന്ദി പറയുന്നു. പരിശുദ്ധ മാതാവിനുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. കുർബാന കുമ്പസാരം അതുപോലെ തന്നെ അത് ഒരു അനുഗ്രഹമായിട്ട് ഞങ്ങൾ കരുതുന്നു. കാരണം അതുവരെയൊന്ന് കുർബാനയ്ക്ക് പോകണം അല്ലെങ്കിൽ കുമ്പസാരിക്കണം എന്നുള്ള കാര്യങ്ങൾ അത്ര നിർദ്ദിഷ്ടമൊന്നും ഇല്ലായിരുന്നു. എപ്പോൾ സാധിക്കും അപ്പോൾ മാത്രം ചെയ്തുകൊണ്ടിരുന്നു. ഇപ്പോൾ അത് അന്വേഷിച്ച് എവിടെ കുർബാന സമയങ്ങളൊന്നും നഷ്ടപ്പെടുത്താതെ തന്നെ അത് ചെയ്യാറുണ്ട്.